بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, പഴമയെ അപേക്ഷിച്ച് അല്പം നല്ല അവസ്ഥയിലാണ് നാം ഉള്ളത്. നാം താമസിക്കുന്ന വീട്, നാം ധരിക്കുന്ന വസ്ത്രം, നാം കഴിക്കുന്ന ഭക്ഷണം തുടങ്ങി നമ്മുടെ ചെറുപ്പകാലം അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളുടെ ചെറുപ്പകാലം അന്നത്തെ അവസ്ഥയിൽ നിന്ന് എത്രയോ എല്ലാ നിലക്കും പുരോഗമിച്ച ഒരവസ്ഥയിലാണ് നാം ഉള്ളത്. ഇത്രയെല്ലാം പുരോഗമനങ്ങൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും യഥേഷ്ടം കയ്യിൽ സമ്പത്തും വരുമാനമാർഗങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥരാണ്. ശരീരത്തെ ബാധിക്കുന്ന രോഗത്തെക്കാളും മാരകമാണ് മനസ്സിനെ ബാധിക്കുന്ന തളർച്ചയും നിരാശയും ദുഃഖവും ആദിയുമെല്ലാം. ഒരു റോഡ് മുറിച്ച് കടക്കുമ്പോൾ എത്ര സൂക്ഷ്മമായി നോക്കിയിട്ടാണ് നാം റോഡ് മുറിച്ച് കടക്കുന്നത്. അത്രയെല്ലാം സൂക്ഷ്മത കാണിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് അതിവേഗതയിൽ ട്രാക്കിൽ കുതിക്കുന്ന ട്രെയിനിന് മുന്നിൽ തലവെക്കാൻ സാധിക്കുന്നത്? ഒരു സ്റ്റെയർ കേസ് പോലും ശ്രദ്ധയോടുകൂടെ ഇറങ്ങുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉയരമേറിയ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴോട്ട് ചാടി ജീവനൊടുക്കാൻ കഴിയുന്നത്? ഒരു ചെറിയ തീപ്പൊരി പോലും ഭയക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് ശരീരം മുഴുവൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിക്കാൻ സാധിക്കുന്നത്? ഒരു കുഞ്ഞിൻ്റെ രാത്രിയിലെ കരച്ചിൽ പോലും അസഹ്യമായ ഒരു പിതാവിന്, ഒരു മാതാവിന് എങ്ങനെയാണ് ആ കുഞ്ഞു കഴുത്തിൽ വിരലുകൾ അമർത്തി അതിനെ കൊന്നുകളയാൻ സാധിക്കുന്നത്? മനുഷ്യൻ ഒരിക്കലും ധൈര്യപ്പെടാത്ത വലിയ വലിയ ക്രൂരകൃത്യങ്ങൾക്ക് അവൻ തയ്യാറാകുന്നത് അവൻ്റെ മാനസിക നിലയിൽ സംഭവിക്കുന്ന മാരകമായ മാറ്റമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ നിയന്ത്രണം, മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ, മനസ്സിൻ്റെ സമാധാനം ഇന്ന് ഏറെ വലിയ വിഷയമാണ്. ഹാപ്പിയായിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ, സന്തുഷ്ടനാകാൻ ആഗ്രഹിക്കുന്നുവോ, ജീവിതത്തിൽ ദുഃഖങ്ങളില്ലാണ്ടാകാൻ ആഗ്രഹിക്കുന്നുവോ എന്നിത്യാദി ക്യാപ്ഷനുകൾക്ക് യൂട്യൂബിൽ വലിയ വ്യൂസാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ദുഃഖമില്ലാതെ, വ്യസനമില്ലാതെ, വിഷമങ്ങളില്ലാതെ കഴിച്ചുകൂട്ടാൻ സാധിക്കുന്ന രാപ്പകലുകളെയാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ഒരു സമാധാനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. വലിയ വലിയ മനഃശാസ്ത്ര വിദഗ്ധന്മാർക്ക് പോലും ലഭ്യമാകാത്ത കാര്യമാണത്. മനുഷ്യൻ്റെ മനസ്സിനെയും മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെയും കീറിമുറിച്ച് ഗവേഷണത്തിന് വിധേയമാക്കി മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത തലങ്ങളെ സമുദായത്തിന് സംഭാവന ചെയ്ത സിഗ്മണ്ട് ഫ്രോയിഡ്, ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ജീവിതം ഒടുക്കിയത് എങ്ങനെയാണ്? അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ കയറിയിരുന്ന് നിരവധി പേരെ കൊന്നൊടുക്കിയും രാജ്യാതിർത്തികൾ വികസിപ്പിച്ചും അധികാരത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ജീവിച്ച ഹിറ്റ്ലർ ഈ ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയാണ്? വലിയ വലിയ അംഗീകാരങ്ങളുടെ ഉത്തുംഗ പദവിയിലെത്തിയ പലരും ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് വിട പറഞ്ഞതെങ്ങനെയാണ്? സ്വന്തം ജീവൻ ഒടുക്കുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ, സ്വന്തം മനസ്സിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും താങ്ങാൻ പറ്റാതെ വരുന്ന ഘട്ടങ്ങളിൽ
ആയുധമോ അല്പം വിഷമോ ഒരു തുണ്ടം കയറോ ഉപയോഗപ്പെടുത്തി അവരുടെ ജീവൻ അവർ ഹോമിച്ചു കളയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുക, സമാധാനമുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുക എന്നത്. പലരും വിചാരിച്ചത് പണവും പത്രാസുമാണ് അതിൻ്റെ ഉപാധി എന്നതാണ്, സ്ഥാനമാനങ്ങളും യോഗ്യതകളുമാണ് അതിനുള്ള നിദാനമെന്നാണ്. ആളുകൾക്കിടയിലുള്ള അംഗീകാരങ്ങളും താൻ വെട്ടിപ്പിടിച്ച ഒരുപാട് സമ്പത്തുമൊക്കെയാണ് ജീവിത സമാധാനത്തെ തീരുമാനിക്കുന്നത് എന്നതാണ്. ജോലി കിട്ടിയവൻ വിചാരിക്കുന്നത് കുറച്ചുകൂടെ നല്ല ജോലിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടാകുമായിരുന്നു. ഇപ്പോൾ എൻ്റെ വാഹനം ഒന്ന് മാറ്റി മറ്റൊരു വാഹനമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സമാധാനമാകുമായിരുന്നു. മറ്റവനെപ്പോലെ എനിക്കും നല്ല ഒരു സർക്കാർ ഉദ്യോഗം ഉണ്ടായിരുന്നെങ്കിൽ, സർക്കാർ ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും എൻ്റെ വിഷമങ്ങൾ നീങ്ങുമായിരുന്നു എന്നൊക്കെയാണ്. സഹോദരന്മാരെ, ഭൗതികമായ കാര്യങ്ങളല്ല ഒരിക്കലും മനസ്സിൻ്റെ സമാധാനം, നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഉള്ളവനും ഇല്ലാത്തവനും, അറിവുള്ളവനും അറിവില്ലാത്തവനും, ഉയർന്ന പദവിയിൽ നിൽക്കുന്നവനും താഴേക്കടയിൽ നിൽക്കുന്നവരും എല്ലാവർക്കും ജീവിതത്തിൽ ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ, സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ, ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ കൺകുളിർമയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അത്ഭുതം സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാവരുടെയും കൈകളിലുണ്ട്. അത് ഖുർആനാണ്. ജീവിതത്തിൽ നൈരാശ്യം ബാധിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് റസൂലുള്ള പറയുന്നത് അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അല്ലാഹുവേ, ഈ ഖുർആനിനെ എൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. എൻ്റെ ദുഃഖങ്ങൾ പോക്കുന്ന, എൻ്റെ നിരാശകൾ ഇല്ലാതാക്കുന്ന, എൻ്റെ വിഷമങ്ങളെ കളയുന്ന, എൻ്റെ എല്ലാവിധ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമാക്കി ഈ ഖുർആനിനെ നീ മാറ്റണമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കൈകളിലുള്ള ഖുർആൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷനാണ്. യാതൊരുവിധ പ്രതിസന്ധിയും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു ലോകത്തുള്ള ജീവിതം നമ്മൾ സങ്കല്പിക്കുന്നുണ്ടോ? ആ ജീവിതമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ ദുനിയാവിലേക്ക് വിടുമ്പോൾ കഴിഞ്ഞുപോയതൊന്നും ഓർത്ത് വിഷമിക്കാതെ, വരാനിരിക്കുന്നതൊന്നും ഓർത്ത് ഭയപ്പെടാതെ സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു മാനദണ്ഡം, ഒരു മാർഗം അള്ളാഹു പഠിപ്പിച്ചു തന്നു. അതെന്താണ്? ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ എൻ്റെ ഹുദയെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് ഭയക്കേണ്ടി വരില്ല. ഇമാം നാസിർ സഅദി റഹിമഹുള്ള പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ 100% സന്തുഷ്ടപ്പെടുത്താൻ, സന്തോഷത്തോടെ നയിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഒരു വാക്കാണിത്. കാരണം ദുഃഖമുണ്ടാകുന്നത് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്താണ്. പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്തില്ല, ആ ജോലി എനിക്ക് മിസ്സായിപ്പോയി, അല്ലേ? അങ്ങനെ കുറേ ആദികൾ, ദുഃഖങ്ങൾ, അതൊക്കെ കഴിഞ്ഞു പോയതിനെക്കുറിച്ച്, പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കും. ഭയം എപ്പോഴും ഭാവിയെക്കുറിച്ച് ഓർത്തായിരിക്കും. മക്കളെക്കുറിച്ചോ സമ്പത്തിനെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ ഉണ്ടാവുന്ന ഭയം, അത് ഭാവിയെക്കുറിച്ചായിരിക്കും. അപ്പം ഭാവിയെക്കുറിച്ചൊരു ഭയമില്ല, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്തൊരു ദുഃഖമില്ല എങ്കിൽ അയാൾ 100% സന്തുഷ്ടനായിരിക്കും. അതിനുള്ള മാർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിത്തന്ന വിശുദ്ധ ഖുർആൻ. 20-ാം അധ്യായം തോഹ ആരംഭിക്കുന്നത് എങ്ങനെയാ? തോഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലം മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ. തോഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, നിങ്ങളെ ക്ലേശത്തിൽ അകപ്പെടുത്താനല്ല അല്ലാഹ് ഈ ഖുർആൻ ഇറക്കിയത്. ഖുർആനിൽ ഒരുപാട് കൽപ്പനകളുണ്ട്, ഒരുപാട് വിലക്കുകളുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്, ഒരുപാട്
നിയമങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ട് ഖുർആനിൽ. പക്ഷേ അതൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് നിങ്ങളെ എളുപ്പത്തിലേക്ക്, ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും സമാധാനത്തിൻ്റെ തീരത്തേക്ക് വിശുദ്ധ ഖുർആൻ നമ്മളെ നയിക്കും. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ വിശുദ്ധ ഖുർആൻ നിങ്ങളെ ഏറ്റവും നല്ലതിലേക്ക് വഴി നടത്തും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഹുദൽ ലിന്നാസ്, ലോകർക്ക് വഴികാട്ടിയാണ് ഈ ഗ്രന്ഥം. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൻ്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ ഗ്രന്ഥം. ആരാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യൻ്റെ ഹൃദയത്തെ ഉണ്ടാക്കിയത്, മനുഷ്യൻ്റെ സകല കാര്യങ്ങളും തീരുമാനിക്കുന്നത്, ആരാ ഖാലിഖ്, ആരാ മാലിക്, ആരാ മുദബ്ബിർ, ആരാ റബ്ബ്? ആ റബ്ബിൻ്റെ കലാം. ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നീട്ടപ്പെട്ട കയറാണ് കലാമുല്ലാഹ്, അല്ലാഹുവിൻ്റെ കലാമാണ്. യാതൊരു സംശയവുമില്ല. ഒരു കവിയുടെ വാക്കല്ലത്, ഏതെങ്കിലും ഒരു കഥാകൃത്ത് ഭാവനയിൽ ഉണ്ടാക്കിയതല്ല ഇത്, ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെ മന്ത്രോച്ചാരണമല്ല ഇത്, ഒരു ഭ്രാന്തന്റെ പെറുപിറുപ്പല്ല ഇത്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ആകാശമുണ്ടാക്കിയ, ഭൂമിയുണ്ടാക്കിയ, സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയവൻ ആരാണോ, അവൻ എന്താണോ പറയാ, അവൻ്റെ പക്കൽ നിന്ന് അവതീർണമായതാണ് ഈ ഗ്രന്ഥം. യാ അയ്യുഹന്നാസേ, ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ജനങ്ങളെ, ഇതാ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിൻ്റെ പക്കൽ നിന്ന് ഒരു സതുപദേശം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. റബ്ബിൻ്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ ഖുർആൻ. ആരിലൂടെയാണ് ഖുർആൻ ലോകം കേട്ടത്? മുഹമ്മദ് നബിയിലൂടെ. എന്താ മുഹമ്മദ് നബിയുടെ പ്രത്യേകത? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും, നിരക്ഷരനായ പ്രവാചകൻ. മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക്. ഈ ഖുർആൻ ഇറങ്ങും മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയുമായിരുന്നില്ല. സൂറത്ത് അങ്കബൂത്തിലൂടെ അല്ലാഹ് പറയാം. അപ്പോൾ എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരനായ ഒരു പ്രവാചകനിലൂടെയാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. മക്കയിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ അമീൻ എന്നായിരുന്നു എല്ലാവരും വിളിച്ചത്. 40 വയസ്സുവരെ മാന്യമായി അവർക്കിടയിലൂടെ ജീവിച്ചയാൾ കളവ് പറഞ്ഞില്ല, വഞ്ചിച്ചില്ല, പൂഴ്ത്തിവെച്ചില്ല, ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുകൾ അയാൾ ഒരിക്കലും ബാധിച്ചില്ല. ഏറ്റവും മാന്യമായി റബ്ബിനെ മാത്രം ആരാധിച്ച് അവന് മാത്രം വഴിപ്പെട്ട് ആ നാട്ടിൽ ഏറ്റവും നല്ലവനായി, ഗോത്രങ്ങളുടെ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വൈര്യങ്ങളൊന്നും ബാധിക്കാതെ എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പരിശുദ്ധമായ കഅബാലയം പുതുക്കി പണിയുമ്പോൾ ഹജറുൽ അസ്വദ് ആരെടുത്തു വെക്കണം എന്ന ചർച്ച, ഗോത്രങ്ങൾ തമ്മിലുള്ള വൈര്യം, പരസ്പരമുള്ള വാശി അവിടെ ചർച്ചയ്ക്ക് വരികയും ഇനി ആരാണോ ഇങ്ങോട്ട് വരുന്നത് അയാൾ എടുത്തു വെക്കട്ടെ എന്നവർ തീരുമാനിക്കുകയും ചെയ്തു. കാത്തിരുന്ന് 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 അവസാനം കടന്നു വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന്ന് നബി അല്ല, നുബുവത്ത് കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൂരെ നിന്ന് കണ്ടതും അവരെല്ലാവരും ഒരുമിച്ചാർത്ത് വിളിച്ചു പറഞ്ഞത് അൽ അമീനാഗതനായിരിക്കുന്നു എന്നാണ്. എല്ലാവർക്കും വേണ്ടപ്പെട്ട വ്യക്തിയാണ്. ഒരാളോടും കളവ് പറയാത്ത, ഒരാളെയും വഞ്ചിക്കാത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് ഈ വിശുദ്ധ ഖുർആൻ ലോകം കേട്ടത്. ആ ഖുർആനിൽ എന്തുണ്ട്? അറബ് ഭാഷാ സാഹിത്യങ്ങളുടെ ഏറ്റവും സുന്ദരമായ പ്രയോഗം, വ്യാകരണങ്ങളുടെ ഏറ്റവും ആപ്റ്റായ ഉപയോഗങ്ങൾ, അതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയ ചരിത്രങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങൾ, ഭാവി തലമുറ എത്ര കാലം നീണ്ടു നിൽക്കുമോ, ലോകം എത്ര കാലം അവശേഷിക്കുമോ അത്രയും കാലം മനുഷ്യകുലത്തിലെ ഓരോരുത്തരും മുന്നോട്ട് പോകാനുള്ള കൃത്യമായ ഏറ്റവും പെർഫെക്റ്റായ ഗൈഡ് ലൈൻ ഉൾക്കൊള്ളുന്നതാണ് ആ ഖുർആൻ.
എങ്ങനെ ഒരു നിരക്ഷരനായ ഒരാൾക്ക് ഇതൊക്കെ പറയാൻ സാധിക്കും? എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക നോക്കിയിട്ട് അത് അക്ഷരജ്ഞാനമില്ലാത്ത ഒരാൾ എഴുതിയതാണെന്ന് ആരെങ്കിലും പറയോ? അതിനെപ്പോലും വെല്ലുന്ന വിശുദ്ധ ഖുർആൻ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ ഇറക്കിക്കൊടുത്തത് ആരാണ്? യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണിത്, സതുപദേശമാണിത്, റഹ്മത്താണിത്, നിങ്ങൾക്കുള്ള ഹുദയാണിത്, എല്ലാ തരത്തിലുമുള്ള നൂറാണിത്, എല്ലാ തരത്തിലുമുള്ള ദുലുമാത്തിൽ നിന്ന് നിങ്ങളെ നൂറിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണിത്. ഖദ് ജാഅകും മിനല്ലാഹി, അല്ലാഹുവിന്റെ പക്കൽ നിന്ന് വന്നിരിക്കുന്നു. നൂറുൻ വകിതാബും മുബീൻ, അല്ലാഹുവിന്റെ പക്കൽ നിന്നിതാ നിങ്ങൾക്ക് നൂറ് വന്നെത്തിയിരിക്കുന്നു. നൂറുൻ അലാ നൂർ, അത് നൂറിന് മേൽ നൂറാണ്. കമിഷ്കാത്തിൻ ഫീഹാ അൽ മിസ്ബാഹ്, അൽ മിസ്ബാഹു ഫി സുജാജ, സ്ഫടികത്തിന്റെ കൂട്ടിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ അത് നാനാഭാഗത്തു നിന്നും അതിന്റെ വെളിച്ചം ആ ചില്ലുകൾ റിഫ്ലക്റ്റ് ചെയ്ത് ധാരാളം പ്രകാശമായി പരക്കുന്നത് പോലെ. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന് മുകളിൽ വെളിച്ചമായ ഗ്രന്ഥം. വകിതാബും മുബീൻ, വ്യക്തമായ കിതാബ്, യാതൊരുവിധ അബദ്ധങ്ങളുമില്ലാത്ത. വലം യജ്അൽ ലഹു ഇവജ, യാതൊരു തരത്തിൽ ആശയത്തിൽ യാതൊരു വക്രതയുമില്ലാത്ത. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, അല്ലാഹുവിന്റെ പക്കൽ നിന്നല്ലായിരുന്നെങ്കിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണാമായിരുന്നു. 23 കൊല്ലം കൊണ്ട് പല സന്ദർഭങ്ങളിലായി, പല സ്ഥലങ്ങളിലായി, പല സിറ്റുവേഷനിലായി ഖുർആൻ ഇറങ്ങിയിട്ടും ഏതെങ്കിലും ഒരു പദപ്രയോഗം ആദ്യം പറഞ്ഞതിന് എതിരല്ല, ഏതെങ്കിലും ഒരു അവസ്ഥ മറ്റൊരു അവസ്ഥക്ക് വിപരീതമല്ല. 23 കൊല്ലത്തെ തുടർച്ചയായ അവതരണം കൊണ്ടാണിത് പൂർത്തിയാകുന്നതെങ്കിൽ പോലും ഒരിക്കലും ആദ്യത്തെ ഏതെങ്കിലും മാനസികാവസ്ഥ അവസാനത്തെ മാനസികാവസ്ഥക്ക് എതിരാകുന്നില്ല. അങ്ങനെയാണല്ലോ അല്ലെ? ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന പോലെ ആവില്ല, കുറച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കുക. അന്നത്തെ ഒരു അവസ്ഥയും അന്നത്തെ ഒരു മാനസിക സാഹചര്യവും അന്നത്തെ സാമൂഹിക അന്തരീക്ഷമൊക്കെ എൻ്റെ പ്രസംഗത്തെ റിഫ്ലക്റ്റ് ചെയ്യും, എഴുത്തുകാരുടെ എഴുത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് വലിയ വലിയ ആളുകൾ ഗ്രന്ഥം രചിക്കുമ്പോൾ അത് വായിച്ചു നോക്കി മറ്റുള്ളവർ പറഞ്ഞത് താങ്കളുടെ ക്യാൻസർ രോഗത്തിൻ്റെ വ്രണത്തിൻ്റെ വേദന ഈ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കുന്നു. എന്നാൽ 23 കൊല്ലം കൊണ്ട് പൂർത്തിയായ വിശുദ്ധ ഖുർആൻ ഒരബദ്ധവുമില്ല, ഒരു തരത്തിലുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്ന സാഹചര്യമില്ല. കാരണം അള്ളാന്റെ അടുക്കൽ നിന്ന് ഇറങ്ങിയതാണിത്. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാന സുബുലസ്സലാം വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂരി ബിഇദ്നിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. അത് നൂറാണ്, സലാമിൻ്റെ വഴിയിലേക്ക്, സമാധാനത്തിൻ്റെ വഴിയിലേക്ക്, റബ്ബിൻ്റെ തൃപ്തിയിലേക്ക് അത് നമ്മളെ വഴി നടത്തും. വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അത് ദുലുമാത്തുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ദുലുമാത്തുകൾ വൈവിധ്യമാണ്. ദുലുമാത്തുൽ കുഫ്ർ, ദുലുമാത്തുൽ ബിദ്അ, ദുലുമാത്തുൽ മഅസിയ വൽ ജഹൽ വൽ ഗഫ്ല, എല്ലാം ദുലുമാത്താണ്. ദുലുമാത്ത് വ്യത്യസ്ത, കുഫർ, ബിദ്അത്ത്, തെറ്റുകൾ, വിവരമില്ലായ്മ, അശ്രദ്ധ, ഇതൊക്കെ ദുലുമാത്ത്, ഇരുട്ടാണ്. അതിൽ നിന്ന് ഇലാ നൂരിൽ ഈമാനി വസുന്നഹ് വത്വാഅ വൽ ഇൽമി വദ്ദിക്ർ, ദിക്റിലേക്ക്, ത്വാഅത്തിലേക്ക്, ഈമാനിലേക്ക്, സുന്നത്തിലേക്ക് ആ ഖുർആൻ നമ്മളെ നയിക്കും. വ്യത്യസ്ത ദുലുമാത്തിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് ഖുർആൻ നമ്മളെ നയിക്കും. അപ്പോൾ സഹോദരന്മാരെ, എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള മറുമരുന്നാണ് ഖുർആൻ. ഖുൽ ബിഫദ്ലില്ലാഹ് വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ പറ, അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടും ഇതാ നിങ്ങൾക്ക് റബ്ബ് ഇറക്കി തന്നിരിക്കുന്നു ഈ ഗ്രന്ഥം.
നമുക്ക് കിട്ടിയ വലിയ ഫദ്ലും ഔദാര്യമായിട്ട് നമ്മളെന്താ കാണുന്നത് അല്ലേ? നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ ജോലി, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ഫദ്ലും റഹ്മത്തുമായി നമ്മൾ കാണുക അല്ലേ? അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഫദ്ല് അവൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി, ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി. ഈ ഖുർആനാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ കാണുന്ന മറ്റു മാർഗങ്ങളെക്കാളെല്ലാം ഹൈറായിട്ടുള്ളത്. നമ്മൾ സമാഹരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം ഏറ്റവും നല്ല സന്തോഷം നൽകുന്നതാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇറക്കി തന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് രോഗങ്ങളുണ്ട്, ആ രോഗത്തിന് ശമനവുമുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഏറ്റവും വലിയ ശമനം, വിജയത്തിനുള്ള മാർഗം, ഹൃദയത്തിൻ്റെ വ്യഥകൾക്കുള്ള ശിഫ, അത് ഖുർആനാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ആ ഖുർആൻ നമ്മെ ശരിയായ വഴിയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മളോട് പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യം ഞാൻ വിട്ടേച്ചു പോവുകയാണ്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. അല്ലാഹുവിൻ്റെ കിതാബും റസൂലിൻ്റെ സുന്നത്തും അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ തെറ്റൂല. ഖുർആനെ മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിച്ചാൽ ഒരിക്കലും നിങ്ങൾ തെറ്റിപ്പോവില്ല. കാരണം എന്താ? തർഫുഹു ബിയദില്ലാഹ്, അതിൻ്റെ ഒരറ്റം പടച്ചോൻ്റെ അടുത്താണ്. വതർഫുഹു ബിഐദീകും, അതിൻ്റെ മറ്റേ അറ്റം നിങ്ങളുടെ കയ്യിലാണ്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, അല്ലാഹുവിൻ്റെ ഹബ്ലിൽ നിങ്ങൾ മുറുകെ പിടിച്ചോളീം. അദൂ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് മുറുക്കി പിടിച്ചോളി. അള്ളാന്റെ ഖുർആനെയും അതിൻ്റെ വ്യാഖ്യാനമായ സുന്നത്തിനെയും നിങ്ങൾ അണപ്പല്ല് കൊണ്ട് മുറുക്കി പിടിച്ചോളി, കടിച്ചു പിടിക്കാൻ. കാരണം അതാണ് നമ്മുടെ വിജയത്തിനുള്ള ഉപാധി. സുഹൃത്തുക്കളെ, ഈമാൻ ബിൽ കുതുബ്, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം എന്താ? ഈമാൻ കാര്യത്തിൽപ്പെട്ടതാ. അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി. എന്താ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം? അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നതാണ്, അത് ഇന്ന നബിമാർക്കാണ്, അത് പടച്ച റബ്ബിൻ്റെ കലാമാണ്. ആ കലാമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സകല സൗഭാഗ്യത്തിനും വിജയത്തിനുമുള്ള നിദാനമായിട്ടുള്ളത് എന്ന് വിശ്വസിക്കണം. അതിന് കിടവത്ത, അതിന് പകരമായി മറ്റൊന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ഖുർആനാണ് നമ്മുടെ എല്ലാ വിജയത്തിനുമുള്ള നിദാനം. ഖുർആൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് വിഷമിക്കേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. ജീവിതത്തിന് എന്ത് സാഹചര്യത്തെയും അതിജയിച്ച് മുന്നോട്ട് പോകാൻ അയാൾക്ക് സാധിക്കും. എന്ത് അവസ്ഥകളെയും. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങുന്നതാണ് വിശ്വാസം അല്ലേ? 40 ദിവസം തൗറാത്ത് വാങ്ങാൻ മൂസാ നബി പോയപ്പോൾ ബനു ഇസ്രായേൽ സാമരി ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി. അവരോട് അറുക്കാൻ പറഞ്ഞപ്പോൾ മലൗനുഹ, എന്താണതിൻ്റെ കളറ്, എന്താണതിൻ്റെ വിശേഷണം, കളറ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്തൂ എന്നൊക്കെ പറഞ്ഞ് അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. കാരണം അത്രയും അധികം അവരുടെ ഉള്ളിലേക്ക് ആ അന്ധവിശ്വാസം ആയിന്നിറങ്ങി. എന്നാൽ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു, അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ആയത്ത് കേൾക്കാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, നിങ്ങൾ ഒന്നിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ, അതല്ല നിങ്ങൾ നിങ്ങളെ ഉണ്ടാക്കിയവരാണോ? അല്ല, പടച്ചോ അല്ല നിങ്ങൾ പറയണ്ടല്ലോ. അപ്പം നിങ്ങളെങ്ങനെ ഉണ്ടായത്? നിങ്ങളെങ്ങനെ ഉണ്ടാക്കി? അല്ല, ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായതാണോ നിങ്ങൾ എന്ന ചോദ്യം അദ്ദേഹം പറയാ, കാദ ഖൽബി യതീർ, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം പാറിപ്പോകുമാറായി.
അങ്ങനെ റസൂലിൻ്റെ അടുക്കൽ ചെന്ന് ഇസ്ലാം സ്വീകരിക്കാൻ. ഖത്താബിൻ്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഖത്താബിൻ്റെ മകൻ ഉമർ ഇസ്ലാം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നിടത്തു നിന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി അദ്ദേഹം മാറി. അങ്ങേയറ്റത്തെ തഖ്വയുടെ, ഖുശൂഇൻ്റെ, പടച്ച റബ്ബിൻ്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് പിഞ്ചുമക്കളെപ്പോലെ കരയുന്ന, അവസാനം കുത്തേറ്റ് പള്ളിയിൽ മലർന്നു കിടക്കുമ്പോൾ, വീണ് കിടക്കുമ്പോൾ മകൻ അബ്ദുള്ളയോട് ചോദിക്കുക, മോനെ ഞാൻ എവിടെയാണ്? അബ്ദുള്ള പറയാ, ഉപ്പ നിങ്ങൾ എൻ്റെ മടിയിലാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, പൊന്നുമോനെ എൻ്റെ ശരീരത്തെ നീ നിന്റെ കാൽ തുടയിൽ നിന്ന് നിലത്തേക്ക് വെക്കുക, എൻ്റെ മുഖത്തെ നീ നിലത്തോട് അമർത്തി വെക്കുക. രക്തം വാർന്നൊഴുകി കുടൽമാല ചിന്ന ഭിന്നമായി മണ്ണിൽ അമർന്നു കിടക്കുന്ന ഉമറിനെ നോക്കിയിട്ട് എൻ്റെ സൃഷ്ടാവ് കരുണ കാണിച്ച് എനിക്ക് സ്വർഗം നൽകിയെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് പറയുന്ന മാറ്റത്തിൻ്റെ, പരിവർത്തനത്തിൻ്റെ ചരിത്രം നമ്മൾ ഉമറിൽ കാണുന്നുവെങ്കിൽ അത് ഖുർആനിൻ്റെ മാറ്റമാണ്. അഡിക്ഷൻ വലിയ പ്രശ്നമാണ് അല്ലേ? ഒരു കാര്യത്തിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അത് ഹിസ്റ്ററി ആയിട്ട് നമ്മുടെ തലച്ചോറ് രൂപപ്പെടുകയാണ്. മദ്യമാകട്ടെ, എന്തുമാകട്ടെ, അശ്ലീലമാകട്ടെ, ഏത് തോന്നിയാസമാകട്ടെ, അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മുടെ തലച്ചോറ് ഒരു ഹിസ്റ്ററി ആയിട്ട് മാറുകയാണ്. ആ സമയമാകുമ്പോൾ അതിങ്ങനെ അലാറം അടിക്കുന്ന പോലെ അലാറം അടിക്കും. അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. എന്നാൽ വിശുദ്ധ ഖുർആനാണ് ഒരു ജനപദത്തെ മദ്യമാകുന്ന അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ആദ്യം മദ്യത്തിൽ ഉപകാരത്തേക്കാൾ ഉപദ്രവമാണ് കൂടുതൽ എന്ന് പറഞ്ഞു. പിന്നെ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ, നിങ്ങൾ ലഹരിയുള്ളവരായിക്കൊണ്ട് നിസ്കരിക്കാൻ പോകരുത് പറഞ്ഞു. മൂന്നാമത്തെ ഘട്ടം ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. അതൊക്കെ പിശാചിൻ്റെതാണ്. ലഹരി, മദ്യം പിശാചിൻ്റെതാണ്, മ്ലേച്ഛതയാണ്. അത് നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങൾ വിജയിക്കും. ആയത്തിൽ ഇറങ്ങിയപ്പോൾ പൂർണ്ണമായിട്ടും അഡിക്ഷനിൽ നിന്ന് മാറി. ഖുർആൻ്റെ മാറ്റം, ഖുർആൻ വരുത്തുന്ന മാറ്റം വലുതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിക്കാണ് ഖുർആൻ ഇറങ്ങിയത്. റസൂലുള്ള പോലും കരഞ്ഞു, വലഖദ് ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹൗലാഇ ശഹീദാ. ഇബ്നു മസ്ഊദിനോട് റസൂലുള്ള പറയാ, ഇബ്നു മസ്ഊദേ ആ ഖുർആൻ ഒന്ന് ഓത്. ഇബ്നു മസ്ഊദ് ചോദിക്കുക, റസൂലേ അങ്ങേക്കിറക്കപ്പെട്ട ഖുർആൻ ഞാൻ എന്തിനാണ് ഓതിത്തരുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖുർആൻ മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇബ്നു മസ്ഊദ് സൂറത്തുൻ നിസാ ഓതി തുടങ്ങി. അങ്ങനെ അതിന്റെ 41-ാമത്തെ ആയത്തെത്തി, വലഖദ് ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. നാളെ പരലോകത്തൊരു രംഗം വരാനുണ്ട്. എല്ലാ സമുദായത്തിനും അതത് പ്രവാചകന്മാരെ നാം സാക്ഷിയാക്കിയിട്ട് കൊണ്ടുവരും. വജിഇനാ ബിക അലാ ഹൗലാഇ ശഹീദാ, അങ്ങയുടെ ജനതയ്ക്ക് അങ്ങയെ സാക്ഷിയായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഇനി ഓതണ്ടാറും. ഇബ്നു മസ്ഊദ് അദ്ദേഹത്തെ നോക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. എത്രയെത്ര മാറ്റങ്ങളുടെ, പരിവർത്തനങ്ങളുടെ ചരിത്രങ്ങളാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നത്. വ്യഭിചരിക്കാൻ വേണ്ടി വീട്ടുകോലായിലെത്തിയാൾ, അലം യഅനില്ലദീന ആമനൂ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താനായില്ലയോ? നിങ്ങൾക്ക് ഭയപ്പെടാനായില്ലയോ? അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് നിങ്ങളുടെ ഹൃദയം ഖുശൂ ഉള്ളതാകുന്നില്ലയോ? നിങ്ങൾക്ക് കാലതാമസം കൂടിപ്പോയോ? നിങ്ങൾ അഹ്ലി കിതാബിനെ പോലെ ആകരുത്. ഫതോല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അവർക്ക് കാലം ദീർഘിച്ചു കിട്ടിയപ്പോൾ അവരുടെ ഹൃദയം കടുത്തുപോയി. അവരിൽ അധികം ആളുകളും ഫാസിഖീങ്ങളായി മാറി. അതുപോലെ നിങ്ങൾ ആകരുത് എന്നുള്ള ആയത്ത് വൃദ്ധയായ സ്ത്രീ ഓതുന്നത് കേട്ട് വ്യഭിചരിക്കാൻ പോയ മനുഷ്യൻ തിരിച്ചു പോരാണ്. എത്രയെത്ര സംഭവങ്ങളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മനസ്സിനെ ഏത് സാഹചര്യത്തിലും കൺട്രോൾ ചെയ്യാനുള്ളൊരു കെൽപ്പ് നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആനിനുണ്ട്. കാരണം അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച പടച്ചോന്റെ ഗ്രന്ഥമാണ്.
അതവൻ നമുക്ക് ഗൈഡായിട്ട് നൽകിയതാണ്. വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അള്ളാഹുവിൻ്റെ റസൂലിലൂടെ എന്തൊന്നാണോ ഞാൻ നിങ്ങൾക്ക് നൽകിയത് അതിനെ നിങ്ങൾ സ്വീകരിച്ചോളൂ. എന്തൊന്നാണോ നിങ്ങൾക്ക് വിലക്കിയത് അതിനെ നിങ്ങൾ മാറ്റിവെച്ചോളൂ. അള്ളാഹ് നമുക്ക് ഗൈഡായിട്ട് ഇറക്കിയതാ. ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന ശൈലിയാ, ആർക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ശൈലിയാണ്. ആർക്കാണോ അള്ളാഹു ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയത് അവർക്ക് മനസ്സിലാകുന്നതാണ് ഈ ഗ്രന്ഥം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനിനെ ഉറ്റാലോചിക്കാൻ നാം എളുപ്പമാക്കിയിരിക്കുന്നു. അതിന് ചെറുപ്പത്തിൽ നല്ല പഠിക്കുന്ന ആളാവണം, ഭാഷയിൽ നല്ല പ്രാവീണ്യം വേണം, അവരുടെ പാരമ്പര്യം നല്ല പണ്ഡിത പാരമ്പര്യമാകണം. അതൊന്നുമില്ല. നല്ല താല്പര്യവും പരിശ്രമവും പ്രാർത്ഥനയും റബ്ബിൻ്റെ തൗഫീഖും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനി ഖുർആൻ നമ്മളെ പഠിപ്പിക്കും. ഈ ഖുർആൻ നമ്മളെ ഗൈഡ് ചെയ്യും. എന്താ കാരണം? ആൾക്കാർ പറയണേ ജീവിതം ഒന്നേ ഉള്ളതുകൊണ്ട് അടിച്ചു പൊളിച്ചോ, ഇവിടെ തീർന്നാ തീർന്ന്, അതുകൊണ്ട് ഇവിടുത്തെ ജീവിതം മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാവും? നമ്മളെ രോഗം ബാധിക്കുന്നു. മാരകമായ രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി പേഷ്യൻസ്, അള്ളാഹു എല്ലാവർക്കും ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. എന്താ ഫലസ്തീനിലെ അവസ്ഥ? പിഞ്ചുമക്കളുടെ ജീവനില്ലാത്ത ശരീരമാണ്. മണ്ണുമാന്തി യന്ത്രങ്ങൾ വാർപ്പിന്റെ ബിൽഡിങ്ങിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. നാം അവരോട് പറയോ ജീവിതം ഇവിടം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പരമാവധി അടിച്ചു പൊളിക്കണം? സാധ്യമാണോ? വീട്ടിൽ നിന്ന് പൂർണ്ണ ഗർഭിണിയുമായിട്ട് കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ട് ഹോസ്പിറ്റലിൻ്റെ 200 മീറ്റർ അടുത്തെത്തുമ്പോൾ വാഹനത്തിന് തീപിടിച്ച് പൂർണ്ണ ഗർഭിണിയും ഭർത്താവും ആ വാഹനത്തിൽ വെന്തു മരിച്ച അവസ്ഥ നമ്മൾ കാണുമ്പോൾ ജീവിതം ഒന്നേ ഉള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്യണം. നീ മറ്റൊന്നും നോക്കേണ്ടതില്ല, നിന്റെ പ്ലഷറാണ്, നിന്റെ സുഖമാണ്, നിന്റെ രസമാണ് എന്നൊക്കെ പറഞ്ഞാൽ, മതം കണ്ണിലെ കരടാണ് എന്നൊക്കെ പറഞ്ഞാൽ, മതം മനുഷ്യന്മാർ ഉണ്ടാക്കിയ മിത്ത്, അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ, പരമ്പരാഗതമായി ഫോളോ ചെയ്തു പോകുന്നതാണ്, അത് ഈ കാലത്തിന് യോജിച്ചതല്ല, നമ്മൾ അതിനനുസരിച്ച് മാറണം എന്ന് പറഞ്ഞാൽ, പുരോഗമനത്തിൻ്റെ പേരിൽ തോന്നിവാസങ്ങൾ ഇറക്കുമതി ചെയ്ത് ജീവിതം ഇതിനൊക്കെയുള്ളതാണ്. നിനക്കൊരു ജന്തുവിനോടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശവത്തോടാണെങ്കിൽ, ഒരു കുഞ്ഞിനോടാണെങ്കിൽ, അല്ല നിന്റെ പെറ്റ ഉമ്മയോടാണെങ്കിൽ, നീ അവരുമായിട്ട് നിന്റെ ശരീരം പങ്കുവച്ചോ, ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൻ്റെ ശരിയായ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അത് സമരസപ്പെട്ടു പോകുമോ? ജീവിതാനുഭവങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും മാറി 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 വരികയാണ്. അവിടെ ജീവിതം എന്താണെന്ന് കറക്റ്റ് വിവരിച്ചു തരാം ഖുർആൻ. എന്താണ് ഈ ജീവിതം? ഒരു നിസാരമായ ബീജത്തിൽ നിന്ന് മാതാവിൻ്റെ ഗർഭത്തിൽ തുടങ്ങിയ നമ്മുടെ ജീവിതയാത്ര, അതിൻ്റെ ഒരു ടെമ്പററി റെസ്റ്റിംഗ് ടൈം മാത്രമാണ് ഈ ദുനിയാവെന്ന് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഇതൊരു പരീക്ഷണത്തിൻ്റെ ആലയമാണ്. അത് ആശ്വാസമുള്ള വാക്കാണോ? ആശ്വാസമുള്ള വാക്കാണോ? പരീക്ഷണത്തിൻ്റെ ആലയമാണ്. യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബു വലഹു വസീനതു വതഫാഖുറും ബൈനകും വതകാസുറു ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കളിയാണ്, അത് വിനോദമാണ്, അത് അലങ്കാരമാണ്, പരസ്പരമുള്ള പെരുമ നടിക്കലാണ്, അഹന്ത നടിക്കലാണ്, പരസ്പരം മക്കളുടെ സമ്പത്തിൻ്റെ പേര് പെരുമ നടിക്കലാണ്. കമസലി ഗൈസിൻ, ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമി വിത്ത് മുളപ്പിച്ചു, ആ വിത്ത് പിന്നീട് വളർന്നു വലുതായി
പിന്നീട് അത് വലിയ വൃക്ഷമായി, അതിൻ്റെ ഇലകൾ ആളുകൾ അതിൽ തണൽ കൊണ്ടു, അതിൻ്റെ ഫലങ്ങൾ കഴിച്ചു. പിന്നീട് ആ ഇലകൾ മഞ്ഞവർണ്ണമായി, അതിൻ്റെ കാണ്ഡങ്ങൾ ഉണങ്ങി, ആ മരം മണ്ണോട് ലയിച്ചു ചേർന്നു. ദുനിയാവിലെ ജീവിതം ഇത്രയും തുച്ഛമാണ്. ദുനിയാവിലെ ജീവിതം ദുനിയാവിലേക്ക് നിങ്ങളെ വിട്ടത് പരീക്ഷിക്കാൻ. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈർ നൽകി ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഒരുപാട് ആൾക്കാർ വളരെ സന്തോഷത്തിൽ ജീവിക്കുക, നല്ല വീട്, നല്ല അവസ്ഥ, നല്ല സമ്പത്ത്, നല്ല സൗകര്യം. എന്നാൽ അപ്പുറത്ത് ഒരുപാട് ആളുകൾ ക്ലേശപ്പെട്ട് ജീവിക്കുക, ബുദ്ധിമുട്ടി ജീവിക്കുക. അപ്പം ഈ രണ്ട് കൂട്ടരോടും എന്താ പറയാനുള്ളത്? ഖുർആൻ പറയാം, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഖൈർ നൽകി പരീക്ഷിക്കുന്നത് ശുക്ർ കാണിക്കുന്നുണ്ടോ എന്നാണെങ്കിൽ, ഷർറ് നൽകി പരീക്ഷിക്കുന്നത് ക്ഷമിക്കുന്നുണ്ടോ എന്നാണ്. അപ്പം ജീവിതം പരീക്ഷണമാണ്. ഇവിടെയല്ല ജീവിതം, യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നുണ്ട്. മരണത്തിനും ജനനത്തിനും ഇടക്കുള്ള ഈ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് ഒരു പരീക്ഷണത്തിൻ്റെ ആലയമാണ്. ഇവിടുന്ന് പോണെന്ന്, ഇവിടെയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കും, ഇവിടെയുള്ളതൊക്കെ നശിച്ചു പോകും, എല്ലാം നശിച്ചു പോകും, അല്ലേ? കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, എല്ലാം നശിച്ചു പോകും. വസുയ്റത്തിൽ ജിബാലു ഫകാനത് സറാബാ, പർവ്വതങ്ങളൊക്കെ സറാബായിട്ട് മരീചികയായിട്ട് മാറും. യസ്അലൂനക അനിൽ ജിബാൽ ഖുൽ യൻസിഫുഹാ റബ്ബീ നസ്ഫാ, അവർ പർവ്വതത്തെക്കുറിച്ച് ചോദിക്കുന്നു റസൂലേ, നബിയെ പറയുക, ഖുൽ യൻസിഫുഹാ റബ്ബീ നസ്ഫാ, പർവ്വതങ്ങളെ നാം പൊടിപൊടിച്ച് പാറ്റിച്ച് കളയുക തന്നെ ചെയ്യും. ഫയദറുഹാ ഖാഅൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ, നിരപ്പാക്കും. പിന്നെ കയറ്റിറക്കം ഉണ്ടാവില്ല, കുണ്ടും കുഴിയും ഉണ്ടാവില്ല, വളവും തിരിവും ഉണ്ടാവില്ല, ഒറ്റമുറ്റം. അപ്പോൾ ഇവിടെ എല്ലാം നശിക്കാനുള്ളതാ. ഇവിടെ നമുക്ക് തന്നതൊക്കെ പരീക്ഷണമായിട്ടാ. മാത്രവുമല്ല, പരീക്ഷണം ഉണ്ടാകുന്നു പ്രതീക്ഷിക്കാൻ പറഞ്ഞു, അല്ലേ? രോഗം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് രോഗമാകുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവുന്നത്, അല്ലേ? ആരും മരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ തളർന്നു പോകുന്നത്. ഖുർആൻ എന്താ പറഞ്ഞ, വലനബ്ലുവന്നകും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അഹ്സിബന്നാസ് അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. മുഅ്മിനായി എന്ന് പറയുന്നതോടുകൂടെ നിനക്ക് പരീക്ഷണം ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട, നീ പരീക്ഷണത്തിൻ്റെ ലോകത്താണ്. ഒന്നും വേണ്ട, ഒരു പല്ലുവേദന ഉണ്ടായ കഴിഞ്ഞില്ലേ, ഒരു പല്ലുവേദന ഉണ്ടായ കഴിഞ്ഞില്ലേ, ഒരു തലവേദന ഉണ്ടായ കഴിഞ്ഞില്ലേ, ദുനിയാവിൻ്റെ സുഖവും ആർഭാടവും സന്തോഷമൊക്കെ. വലിയ ആരവത്തോടെ ഇവിടുന്ന് വണ്ടിയും കയറി പോയിട്ട് നമ്മൾ ആഘോഷിക്കാൻ വിചാരിച്ച സ്ഥലത്തെത്തുമ്പോഴേക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ കഴിഞ്ഞ്. അത്രയും നിസ്സാരമാണ്. ആ നിസ്സാരതയെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് കറക്റ്റ് പഠിപ്പിച്ചതാണ്. ഖുർആൻ പറയാണ്, ഈ ജീവിതം വൃഥാവിലല്ല, ഇത് ലക്ഷ്യമുണ്ട്, ഇത് പരീക്ഷണമാണ്. ലക്ഷ്യമുണ്ട്, ഇത് പരീക്ഷണമാണ്. ഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, വെറുതെ സൃഷ്ടിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى أيحسب الإنسان أن يترك سدى. മനുഷ്യ, നീ ഇവിടെ ജീവിച്ച്, നീ പലതും കണ്ട്, നീ കേട്ട്, നീ അറിഞ്ഞ്, നീ മനസ്സിലാക്കി, ആസ്വദിച്ച് ഇവിടെ നിന്ന് മരിച്ചാലേ പിന്നെ നീ ഇല്ലാണ്ടായി പോകുന്നതാണോ വിചാരിക്കണേ? അല്ല. അതാണ് ഖുർആൻ രണ്ടാമത് പറയാണ്, യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷം ആരംഭിക്കുകയാണ് എന്ന് ഖുർആൻ നമ്മുടെ മുമ്പിൽ സ്ഥാപിക്കുകയാണ്. അപ്പോൾ ജീവിതം ഒരു പരീക്ഷണമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ആശ്വാസം. പിന്നെ ഈ പരീക്ഷണങ്ങളില്ലാത്ത ഒരു ലോകം, ഇവിടെ ജീവിച്ചതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരു ലോകം മരണത്തോടെ തുടങ്ങുകയാണ്. മരണശേഷം ഒരു ജീവിതം വരാനിരിക്കുകയാണ്.
കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും, മരണത്തിൻ്റെ രുചി ആസ്വദിക്കും. പരലോകത്തു നിന്നാണ് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത്. അപ്പം ഇവിടെ തികച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വേണ്ട അംഗീകാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ കിട്ടിയാലും നഷ്ടപ്പെട്ടാലും, കിട്ടിയാൽ അമിതമായി ആഹ്ലാദിക്കേണ്ട, നഷ്ടപ്പെട്ടാൽ അമിതമായി ദുഃഖിക്കേണ്ട. കാരണം എന്താ? പൂർണ്ണ പ്രതിഫലം കിട്ടുന്ന ഒരു ലോകം മരണത്തിന് ശേഷം വരാനിരിക്കുന്നുണ്ട്. മരണത്തിന് ശേഷം ഒരു ലോകമോ? അങ്ങനെ ഉണ്ടാവുമോ? മണ്ണായതിനു ശേഷം വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? ഈ സംശയം ഈ ഖുർആൻ ഇറങ്ങുന്ന കാലം മുതൽക്കേ ഉണ്ട്. മനസ്സിലല്ലേ? ഖുർആൻ ഇറങ്ങുന്ന കാലം മുതൽക്കേ ഉണ്ട്. ഖാഫ് വൽ ഖുർആനിൽ മജീദ് ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. ഈ ഖുർആൻ ഇറങ്ങിയത് ഓൽക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. അടുത്തവരുടെ അത്ഭുതം എന്താണ്? ഇദാ മിത്നാ വകുന്നാ തുറാബാ ദാലിക റജ്ഉം ബഈദ്. നമ്മൾ മരിച്ചു മണ്ണായാലേ വീണ്ടും നമ്മളെ ജനിപ്പിക്കുന്നതാണോ ഈ കൂട്ടർ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഖുർആൻ ഇറങ്ങിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ അറിയോ? മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് സ്ഥാപിക്കലാണ്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഇത് സ്ഥാപിക്കലാണ് ഖുർആന്റെ ആവശ്യം. ഖുർആനിൽ 6000 ചില്ലാനം ആയത്തിൽ 2000 ചില്ലാനം ആയത്ത് അല്ലാഹ് മാറ്റിവെച്ചത് മരണത്തിനപ്പുറത്തെ ജീവിതത്തെ വർണ്ണിക്കാനാണ്. മരണത്തിനപ്പുറത്തൊരു ജീവിതത്തിന് എങ്ങനെയാ പറ്റുക? മനുഷ്യൻ മണ്ണായിട്ട് പിന്നെ എങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് എന്താ അറിയോ? എന്താ അവരോട് പറയണ അറിയോ? നിങ്ങളുടെ ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയെന്നാണ്. ഇല്ലാത്തടത്ത് നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയവന് വീണ്ടും ഉണ്ടാക്കാൻ കഴിയും. ഒരിക്കലും മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പടച്ച റബ്ബിന് ഇത് വലിയൊരു കാര്യമല്ല. അൻതും അശദ്ദു ഖൽഖാ അമിസ് സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവ്വാഹാ ഫഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ. ആകാശം നോക്ക്. നിന്നുണ്ടാക്കലാണോ ആകാശം ഉണ്ടാക്കലാണോ ഏറ്റവും റിസ്ക്? എന്നാൽ ആകാശമുണ്ടാക്കിയവനാണ് പടച്ചോൻ. ഭൂമിയെ ജീവയോഗ്യമാക്കിയവനാണ് പടച്ചോൻ. ഭൂമിയിലെ വെള്ളത്തെ ആകാശത്തേക്ക് ബാഷ്പീകരിച്ചെടുത്ത് കാർമേഘങ്ങളിൽ വെച്ച് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധമായ ജലമാക്കി മഴയാക്കി ഇറക്കുന്നവനാണ് പടച്ചോൻ. നിന്നുണ്ടാക്കണേക്കാളും വലിയ അത്ഭുതകരമായ സൃഷ്ടിപ്പ് നടത്തുന്ന പടച്ചോന് നിന്നുണ്ടാക്കാൻ വലിയ റിസ്ക് ഇല്ല. അതാ ഖുർആൻ പറയണേ. അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂന അം നഹ്നുൽ ഖാലിഖൂൻ. മനുഷ്യൻ ഉണ്ടായ ഇന്ദ്രിയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പുരുഷന്റെ ശരീരം പുറത്തേക്ക് ത്രസിപ്പിക്കുന്ന നുതുഫത്തിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീയാണോ നിന്റെ ശരീരത്തിൽ നുതുഫത്തിനെ ഉണ്ടാക്കിയത്? ആണോ? നിന്റെ ശരീരത്തിൽ ബീജത്തെ ഉണ്ടാക്കിയത് നീയാണോ? അം നഹ്നുൽ ഖാലിഖൂൻ, അതല്ല നാമാണോ? അല്ലാഹ് പറയാണ്, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നാമാണ് നിനക്ക് ജീവിതം നിശ്ചയിച്ചത്, മരണം നിശ്ചയിച്ചത്. നമ്മെ മുൻകടക്കാൻ ആരുമില്ല. അപ്പം അള്ളാഹുവാണ് ഉണ്ടാക്കിയത്. ആ പടച്ചിറബ് പറയാണ്, ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞാൽ മറ്റൊരു ലോകം നമ്മുടെ മുന്നിലുണ്ട്, അവിടെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അങ്ങനെ ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് കഴിയും. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. നീ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
നീയാണോ കാർമേഘങ്ങളിൽ നിന്ന് ആ വെള്ളത്തെ ഇറക്കുന്നത്, അതല്ല നാം ആണോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജ ഫലൗലാ തഷ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അറബിക്കടലിലെ ഉപ്പുജലം ആകാശത്തേക്ക് ബാഷ്പീകരിച്ച് ഉപ്പുജലമാക്കി തന്നെ ഇറക്കുമായിരുന്നു. പക്ഷേ ഉപ്പുജലമല്ല, ശുദ്ധജലമായിട്ടാണ് ഇറക്കുന്നത്. ആരാണത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പം അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലേക്ക് ചൂണ്ടി, മനുഷ്യൻ്റെ ആദ്യത്തെ സൃഷ്ടിപ്പിലേക്ക് ചൂണ്ടി, മണ്ണിൽ നിന്ന് ആദമിനെ ഉണ്ടാക്കിയതിലേക്ക് ചൂണ്ടി, ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ച നിരവധി അനുഗ്രഹങ്ങളിലേക്ക് ചൂണ്ടി, അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും അവിടെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും അവിടെ വിചാരണയുണ്ടെന്നും അവിടെ സൽക്കർമ്മകാരികൾക്ക് സ്വർഗമുണ്ടെന്നും ദുഷ്കർമ്മകാരികൾക്ക് അവരുടെ തിന്മക്കുള്ള പ്രതിഫലം ലഭിക്കുന്ന നരകമുണ്ടെന്നും സ്ഥാപിക്കുന്നതിലൂടെ, അത് വിശ്വസിക്കുന്നതിലൂടെ ഒരാൾക്ക് സമാധാനം, സന്തോഷം കിട്ടുകയാണ്. ഇവിടുത്തെ നഷ്ടങ്ങളൊക്കെ നികത്താനുള്ളൊരു ലോകം പരലോകത്തുണ്ട്. ഇന്നലിൽ മുത്തഖീന ഫീ ജന്നാതി വ ഉയൂൻ. അരുവികളിലും തോട്ടങ്ങളിലുമാണ് സൽക്കർമ്മകാരികൾ. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. നിർഭയരായിക്കൊണ്ട് നിങ്ങൾ സമാധാനത്തോടെ സ്വർഗത്ത് പ്രവേശിച്ചോ. ഒന്നിനെയും പേടിക്കേണ്ടതില്ലാത്ത സമാധാനത്തോടെ കയറാനുള്ള ലോകം. യാതൊരു ബുദ്ധിമുട്ടും രോഗവും ശത്രുതയും ഉപദ്രവവും കഷ്ടപ്പാടുകളും ഇല്ലാത്ത ലോകം. ദുനിയാവിൽ എത്ര കഷ്ടപ്പെട്ടോ അതിന് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ലോകം. പരസ്പരമുള്ള വാശിയും വൈരാഗ്യവും ഇല്ലാതെ ഹൃദയത്തിൽ നിന്ന് പക ഊരിയെടുത്ത് സ്നേഹത്തോടെ ജീവിക്കുന്ന ലോകം. ഒരിക്കലും കിട്ടിയ അനുഗ്രഹം നശിച്ചു പോകാത്ത, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന. ഇവിടെ നമുക്ക് ആഗ്രഹമാണ് നമ്മൾ മരിക്കണതിന് മുമ്പ് നമ്മുടെ മക്കൾ മരിക്കരുത്, നമ്മുടെ രക്ഷിതാക്കൾ മരിക്കരുത് ഒക്കെ. പക്ഷേ എന്താ സംഭവിക്കുക നമുക്ക് ആർക്കും അറിയില്ല. രോഗമുണ്ടാകരുത് നമ്മൾ ആഗ്രഹിക്കണം, പക്ഷേ രോഗം നമുക്ക് തന്നെ ബാധിക്കുമെന്ന് അറിയില്ല അല്ലേ? കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടനങ്ങളും കലാപങ്ങളും ഉണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ആഗ്രഹങ്ങൾ തകിടം മറിയാം. എന്നാൽ സ്വർഗം ആഗ്രഹങ്ങൾ നിലനിൽക്കുന്ന, ആഗ്രഹിക്കുന്ന, ലഭിക്കുന്ന, ചോദിക്കുന്ന, ലഭിക്കുന്ന, നഷ്ടങ്ങളില്ലാത്ത, ശത്രുക്കളില്ലാത്ത, ഭയങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, ആരും ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത, ദ്രോഹിക്കാത്ത, കള്ളപ്രചാരണങ്ങളില്ലാത്ത സമാധാനത്തിൻ്റെ ലോകം. അതാ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ യാസിർ കുടുംബത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സബ്റൻ യാ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന. ക്ഷമിക്കൂ യാസിർ കുടുംബമേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. എന്ത് വിഷമമുണ്ടായാലും, രോഗമുണ്ടായാൽ, കടമുണ്ടായാൽ, പട്ടിണിയുണ്ടായാൽ, പരിവട്ടമുണ്ടായാൽ ക്ഷമിച്ചാൽ സ്വർഗമുണ്ടല്ലോ എന്ന മനസ്സ്, ആ ബോധം, അത് ഖുർആൻ നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റും. അറിയില്ല ആരാ ഫിർഔൻ? സ്വേച്ഛാധിപതിയാണ്, അതിക്രമകാരിയാണ്, ആരും വായനക്കാൻ പോലും ധൈര്യപ്പെടാത്ത വലിയ അക്രമിയാണ്. അയാളുടെ മുമ്പിൽ വെച്ച് മാജിക്കുകാർ, സാഹിര്യങ്ങൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവൻ ആക്രോശിക്കുന്നുണ്ട്. എൻ്റെ അനുമതി കൂടാതെ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയോ എന്ന് ചോദിക്കുമ്പോൾ സാഹിറുകൾ പറയുന്നുണ്ട്, ഖാലൂ ലൻ നുഅ്സിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ. ഞങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ഞങ്ങളുടെ സൃഷ്ടാവിൽ നിന്ന് വ്യക്തമായ ബയ്യിനാത്ത്, തെളിവുകൾ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്താൽ ലൻ നുഅ്സിറക, നിന്നെ ഞങ്ങൾ പരിഗണിക്കുന്നില്ല. പിന്നെ നീ ഞങ്ങളെ കൊല്ലുമെന്നും ഞങ്ങളെ കുരിശി തറക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയല്ലോ. ഫഖുദി ഇന്നമാ അൻത ഖാദിൻ, നീ വിധിച്ചോ, നിനക്കിഷ്ടമുള്ളതൊക്കെ നീ കൽപ്പിച്ചോ. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തിദ് ദുനിയ, നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ദുനിയാവിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഈ ദുനിയാവിനപ്പുറം നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ദുനിയാവ് ഞങ്ങളുടെ മുമ്പിൽ പരീക്ഷണമാണ്. ഈ ദുനിയാവിൽ നീ ഞങ്ങളെ എത്ര ഉപദ്രവിച്ചാലും എത്ര കഷ്ടപ്പെടുത്തിയാലും ഒരു കുഴപ്പമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം, ജയിലിലടക്കാം, നാടുകടത്താം, കൊന്നുകളയാം, എല്ലാം എനിക്ക് ഖൈറാണ്. എൻ്റെ ജന്നത്ത്, എൻ്റെ ബുസ്താൻ എൻ്റെ ഹൃദയത്തിനകത്താണ്, അതിനൊക്കെ എടുത്താൽ കയ്യിലാണ്. അതുകൊണ്ട് ദുനിയാവിനെക്കുറിച്ചുള്ള ബോധം, പരലോകത്തെക്കുറിച്ചുള്ള ബോധം സഹോദരന്മാരെ നമുക്ക് സമാധാനം നൽകും. മൂന്നാമത്തെ എന്താ അറിയോ?
ഖുർആൻ ശരിയായ വിശ്വാസം പഠിപ്പിച്ചില്ല. ഒരു അന്ധവിശ്വാസത്തിൻ്റെയും നൂലാമാലയിൽപ്പെട്ട് അലയേണ്ട അവസ്ഥ ഒരു മനുഷ്യനില്ലാത്ത വിധം പൂർണ്ണമായിട്ടും സുരക്ഷിതനായി സ്വസ്ഥമായി സമാധാനത്തോടെ നിർഭയനായി ജീവിക്കാൻ പറ്റുന്ന വിശ്വാസമാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ, നീയാണ് ഞങ്ങളുടെ അഭയം, നീയാണ് ഞങ്ങളുടെ മൗല, നീയാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. എന്ത് മുസീബത്ത് ബാധിച്ചാലും വിശ്വാസികൾ പറയും, അല്ലാഹ് നീയുണ്ട് ഞങ്ങൾക്ക്. സഹോദരന്മാരെ, വിശ്വാസം, ഉറച്ച വിശ്വാസം, ഒരാൾക്കും തകർക്കാൻ പറ്റാത്ത അടിയുറച്ച പടച്ചറബിലുള്ള വിശ്വാസം, എന്നെ സൃഷ്ടിച്ച, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഉടമസ്ഥനായ ഒരു റബ്ബെനിക്കുണ്ട് എന്ന വിശ്വാസം. ആ റബ്ബിനോട് എനിക്കെൻ്റെ ആവശ്യങ്ങളെല്ലാം ഏത് സമയത്തും ഏത് ഭാഷയിലും ഏത് ശബ്ദത്തിലും ഏതവസ്ഥയിലും ചോദിച്ചാൽ അവൻ എനിക്ക് ഉത്തരം നൽകാനുണ്ട് എന്ന ധൈര്യം, അവന് കിടയൊത്ത, അവന് തുല്യമായ, അവന് പേരൊത്ത, അവന് സിഫത്തൊത്ത, അവന് പ്രവർത്തനമൊത്ത ഒരാളും ഈ ലോകത്തില്ലെന്നുള്ള വിശ്വാസം, അത് പഠിപ്പിക്കലാ ഖുർആന്റെ ഏറ്റവും വലിയ അജണ്ട. റസൂലുള്ള ഖുർആൻ ലഭിച്ച് ആദ്യം തൻ്റെ ജനതയോട് പറഞ്ഞ കാര്യം അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ച കാര്യം, അവരെല്ലാവരും പറഞ്ഞത് ആരെക്കുറിച്ചാ? അള്ളാഹിനെ കുറിച്ചാ, മഹാന്മാരെ കുറിച്ചല്ല. മഹാന്മാർക്ക് സ്ഥാനമില്ലെന്നല്ല, പ്രവാചകന്മാർക്ക് സ്ഥാനമില്ലെന്നല്ല. പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ആദരവ് അർഹിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅസ്സത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ആളുകളാണ്. നമ്മുടെ മുന്നിൽ നടന്ന നമ്മുടെ നേതാക്കന്മാരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഹനീയമായ സ്ഥാനമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബത്തിന് വലിയ സ്ഥാനമുണ്ട്. ആ ആദർശത്തെ പിൻപറ്റി ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ വലിയകൾക്ക് ആരാ വലിയ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അള്ളാഹുവിൽ വിശ്വസിച്ച് പടച്ച റബ്ബിനെ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുന്ന മുത്തഖികളായ വിശ്വാസികൾ, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ട്. അവർക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ ബഹുമാനമുണ്ട്. പക്ഷേ അവരിലേക്കല്ല അഭയം, അവരൊന്നുമല്ല നമ്മുടെ ധൈര്യം. നമ്മുടെ ധൈര്യം അല്ലാഹുവാണ്. അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് അൽ ബഖറയുടെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു ആദ്യത്തെ കൽപ്പന നടത്തുകയാണ്, ഹേ ജനങ്ങളെ, മനുഷ്യരേ, അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച നാഥനെ. ആരാണോ ആകാശത്തെ, ഭൂമിയെ, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, മനുഷ്യനെ, ജിന്നിനെ, മലക്കിനെ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ ആരാണോ അവനെ മാത്രമേ ആരാധിക്കാവൂ. കല്ലിനെയല്ല, മരത്തെയല്ല, മനുഷ്യനെയല്ല, ഏതെങ്കിലും മഹാന്മാരെയല്ല, പ്രവാചകന്മാരെയല്ല. അവരൊന്നും ആരാധിക്കരുത്, അവരോടൊന്നും പ്രാർത്ഥിക്കരുത്, അവരിലൊന്നും അഭയപ്പെടരുത്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന പടച്ച റബ്ബിൽ നിങ്ങൾ തവക്കുലാക്കണം. ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹു മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ദാസന് അല്ലാഹു പോരെ. അലൂബല, അല്ലാഹു മതി. ഏത് ഘട്ടത്തിലും ധൈര്യപ്പെടാൻ പറ്റിയ വിശ്വാസം. എന്താ ഈ വിശ്വാസം നമുക്ക് ഇല്ലാണ്ട് പോയത്? അള്ളാനെ അറിയില്ല. എത്ര സിമ്പിളാണ്. അള്ളാനെ പറഞ്ഞു കൊടുക്കാൻ ആർക്ക് സമയവുമില്ല. മഹാന്മാരെ കുറിച്ച് ഇല്ലാത്തത് കെട്ടിയുണ്ടാക്കുകയാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലയെ കുറിച്ച് പറയാണ്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങയുടെ കൽബകമെന്നോവർ.
കുപ്പിക്കകത്തുള്ള വസ്തുവിനെ എത്ര ട്രാൻസ്പെറൻ്റായിട്ട് കാണുമോ, തെളിഞ്ഞു കാണുമോ, അങ്ങനെ നമ്മുടെ ഹൃദയത്തിലുള്ളത് കാണും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു ഓതിക്കൊടുക്കാൻ പറഞ്ഞു, നബിയെ പറയൂ, ലാ അഖൂലു ലക്കും ഇൻദീ ഖസാഇനുല്ലാഹ്, അള്ളാഹിന്റെ ഖജനാവ് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, അദൃശ്യ കാര്യങ്ങൾ ഞാൻ അറിയുമെന്നും നിങ്ങളോട് പറയുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞത് ഞാൻ അദൃശ്യമറിയില്ല എന്നാണ്. ഖുർആനിൽ എന്താ അല്ലാഹു പറഞ്ഞത്? ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ, ഗൈബ് അറിയുന്നവൻ അല്ലാഹുവാണ്, അവൻ ആർക്കും പ്രകടമാക്കുകയില്ല. ഇല്ലാ മൻ ഇർതദാ, അവൻ തൃപ്തിപ്പെട്ട ആളുകൾക്കല്ലാതെ. എന്നിട്ട് വ്യാഖ്യാനിക്കാണ് മഹാന്മാര്, പണ്ഡിതന്മാര്, നബിമാര്, ഉലമാക്കള്, ഇവരൊക്കെയാണ് അല്ലാഹു തൃപ്തിപ്പെട്ടത് എന്നല്ല. ആയത്തിന്റെ ബാക്കി എന്താണ്? ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ, അള്ളാഹു തൃപ്തിപ്പെട്ടവന്റെ ദൂതന്മാർക്ക് വഹയിലൂടെ അല്ലാഹു ഗൈബ് അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയും. സഹാബത്ത് പോലും വിചാരിച്ചിട്ടില്ല റസൂലുള്ളാഹി ഗൈബ് അറിയുന്നു. അതുകൊണ്ടാണ് ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വഹാബത്ത് പ്രാർത്ഥിച്ചത്, പടച്ച റബ്ബേ, ഞങ്ങളെ കുറിച്ചുള്ള വാർത്ത ഞങ്ങളുടെ പ്രവാചകനെ നീ അറിയിച്ചു കൊടുക്കണമേ. ഞങ്ങളെക്കുറിച്ചുള്ള വാർത്ത ഞങ്ങളുടെ പ്രവാചകനെ നീ അറിയിച്ചു കൊടുക്കണേ. ലോകത്ത് ഏറ്റവും അള്ളാഹു ആദരിച്ചവർ പ്രവാചകന്മാരാണ്. യാക്കൂബ് നബിക്ക് അറിയുമോ സ്വന്തം മകൻ കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്ന്? പൊട്ടക്കിണറ്റിലിട്ട് സഹോദരങ്ങൾ മടങ്ങിപ്പോരുമ്പോൾ യാത്രാസംഘം വന്ന് കപ്പിയിട്ട് ആ കുട്ടിയെ പൊക്കിക്കൊണ്ടുപോയി കുട്ടി സേഫായിട്ട് കൊട്ടാരത്തിൽ താമസിക്കുകയാണെന്നറിഞ്ഞിരുന്നെങ്കിൽ യാക്കൂബ് നബി കരയുമായിരുന്നോ? ഇന്നമാ അശ്കൂ ബസീ വഹുസ്നീ ഇലല്ലാഹ്, എൻ്റെ എല്ലാ ദുഃഖങ്ങളും എൻ്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹുവേ നിന്നിലേക്ക് ഞാനിതാ മടക്കുകയാണെന്ന് കരഞ്ഞ് 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 പ്രാർത്ഥിച്ച് കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയി. ആർക്ക്? യാക്കൂബ് നബിക്ക് മകൻ സൈഫായി കൊട്ടാരത്തിലുണ്ടെന്ന അദൃശ്യം യാക്കൂബ് നബിക്ക് അറിയുമായിരുന്നില്ല. ഇബ്രാഹിം നബിക്ക് അറിയുമായിരുന്നോ? സ്വന്തം കുട്ടിയെ അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുമ്പോൾ അവസാന സമയത്ത് അള്ളാഹു അറുക്കണ്ട എന്ന് പറയുമെന്ന് അറിയില്ലായിരുന്നു. അറിയുമായിരുന്നെങ്കിൽ ചോദിക്കോ? പ്രയാസം സഹിച്ചിട്ട് അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട്, അനുസരണം കൊണ്ട്, ഭവ്യത കൊണ്ട് ആ കൽപ്പന നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ സഹോദരന്മാരെ എത്രയെത്ര സംഭവങ്ങൾ, അനുഭവങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയാലല്ലാണ്ട്, വഹയിലൂടെ അറിയിച്ചാലല്ലാണ്ട് അവർക്കാർക്കും ധൈര്യപ്പെട്ടിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവർക്കാർക്കും ഗൈബ് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എണീറ്റു ബഖീൽ ഗർഖദിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്തിനാണ് പോകുന്നതെന്ന് അറിയാതെ റസൂലിന്റെ പിന്നാലെ ആയിഷ ബിബി ഇരുട്ടിൽ പിന്നാലെ നടന്നു. റസൂലുള്ള ബഖീയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ആയിഷ ബിബി ഓടിയിട്ട് വേഗം പായയിൽ കയറി കിടന്ന് പുതപ്പിട്ട് മൂടി. റസൂലുള്ള വരുമ്പോൾ ആയിഷ ബിബി ഇങ്ങനെ കിതക്കുക. അപ്പം നബി ചോദിച്ചു, എന്താ ആയിഷ? ഒന്നുമില്ലായിരുന്നു. എന്നാലും ഒന്നുമില്ല. റസൂൽ എന്താ പറഞ്ഞ്? അദൃശ്യമറിയുന്ന ആളാണ് ഞാൻ, എന്നോട് കളിച്ചണ്ടെന്നാ? അല്ല, ആയിഷ നീ എന്നോടത് പറയണം, ഇല്ലെങ്കിൽ ലത്തീഫും ഹബീറുമായ പടച്ചോൻ എനിക്കത് അറിയിച്ചു തരും. മനസ്സിലായില്ലേ? പ്രവാചകന്മാർക്ക് പോലും അദൃശ്യം അറിയില്ല, അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ. എന്നിട്ടാണ് പറയുന്നത്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ മഹാന്മാർ നമ്മുടെ ഹൃദയത്തിലുള്ളത് കാണും, നമ്മുടെ തേട്ടങ്ങൾ കേൾക്കും, അവരാണ് നമുക്ക് കാവൽ. അവരുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും പേടിക്കണ്ട. അവരോട് പ്രാർത്ഥിച്ചാൽ ബെൻസി യാത്ര, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ KSRTCയിലുള്ള ജഗടയാത്ര. ഖുർആൻ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ് പറയുന്നത്. അള്ളാഹുവിലാണ് നമുക്ക് അഭയമെന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് വലിയ അത്താണിയായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിനെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ പറയാൻ പറഞ്ഞേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹിൻ്റെ ഖുദ്റത്ത്, അള്ളാഹിൻ്റെ നാമങ്ങൾ, ഗുണങ്ങൾ, വിശേഷണങ്ങൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിൻ്റെ സംഭവ ബഹുലമായ നീക്കങ്ങളാണ് ഖുർആൻ മുഴുവൻ. ഖുർആൻ ഒന്നാമത്തെ ആയത്ത് അല്ലേ, ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹ്ക്കാണ്. സഹോദരങ്ങൾ, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ചിലവിന് വേണ്ടിയിട്ട് ചെറിയൊരു കലക്ഷൻ നടക്കുന്നുണ്ട്. മുഴുവൻ ആളുകളും പരമാവധി സഹായിക്കുക. ഈ സൗണ്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചിലവുകളുണ്ട്. ഈ സദസ്സിൽ നിന്ന് തന്നെ ഇതിൻ്റെ ചിലവ് ലഭിക്കുന്ന വിധത്തിൽ എല്ലാവരും സഹായിക്കുക. എന്നും നമുക്ക് പരിപാടിയാണ്, ചിലവുകളാണ്, എങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് അഭയമായിട്ടുള്ളത്. അള്ളാഹുവിലാണ് നമുക്ക് ധൈര്യമായിട്ടുള്ളത്. ഖുർആൻ മുഴുവൻ അള്ളാഹയിലുള്ള വിശ്വാസവും അള്ളാഹയിലുള്ള ധൈര്യവും അള്ളാഹയിലുള്ള ആ ഒരു പ്രതീക്ഷയും നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ധൈര്യം എടുക്കാം. റബ്ബുൽ ആലമീന അല്ലാ. ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അള്ളയല്ലാത്തതെല്ലാം ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് എല്ലാം. റബ്ബുൽ അർശിൽ കരീം, ഏറ്റവും വലിയ സൃഷ്ടിപ്പ്. റബ്ബിന്റെ കുർസിയ്യ് വസിഅ കുർസിയ്യുഹു അസ്സമാവാതി വൽ അർദ്. ഏഴാകാശത്തെയും ഏഴ് ഭൂമിയെയും വെക്കാൻ മാത്രം വിശാലതയുള്ള കുർസി. ആ കുർസി അർശിലേക്ക് എടുത്തു വച്ചാൽ ചെറിയ ഒരു വളയത്തിന്റെ അത്ര വലുപ്പമായി ചെറുതാകുമെന്ന് പറയാൻ മാത്രം വിശാലമായ അർശിന്റെ റബ്ബ്. ഖുർആൻ പരിചയപ്പെടുത്തുന്നത് റബ്ബിനെയാണ്, ഖാലിഖിനെയാണ്, മാലിക്കിനെയാണ്. നമ്മുടെ മുദബ്ബിറിനെ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. ആകാശത്തിനുപരിയിൽ നിന്ന് ഭൂമിയിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന റബ്ബുണ്ട്. അല്ലാതെ കൊല്ലങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ മരണപ്പെട്ടു പോയ ഒരാളാണ് എല്ലാം നിയന്ത്രിക്കുന്നതല്ല. റബ്ബാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. റബ്ബാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ. റബ്ബിനോടാണ് എല്ലാം ചോദിക്കേണ്ടത്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബൂ ലി. എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നീ പറഞ്ഞോ, ഞാൻ അവരുമായി ഏറ്റവും അടുത്തവരാണ്. വിളിച്ചു തേടുന്നവൻ എന്നെ വിളിച്ചു തേടട്ടെ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ ആരെയെങ്കിലും നിങ്ങൾ ആരാധിച്ചാൽ എന്താ അവിടെ പ്രത്യേകത? ഇബാദുൻ അംസാലുക്കും, അവരെല്ലാം നിങ്ങളെപ്പോലുള്ള അടിമകൾ മാത്രമാണ്. ഉടമ അള്ളയാണ്. ഉടമയോടാണ് നമ്മൾ ചോദിക്കേണ്ടത്, ഉടമയോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഉടമയിലാണ് നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത്. ഉടമയാണ് നമ്മുടെ ധൈര്യം, ഉടമയാണ് നമ്മുടെ എല്ലാം. അതാണ് വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ സബർത യാ ബിലാൽ, ബിലാലെ എങ്ങനെയാണ് പീഡനങ്ങളെ താങ്കൾ സഹിച്ചത്? അദ്ദേഹം പറയുകയാണ്, മസസ്തു ഹലാവത്തൽ ഈമാനി ബിമറാറത്തിൽ അദാബ്. ശിക്ഷയുടെ കയ്പ് നീരിനെ ഈമാനിൻ്റെ മധുരവുമായിട്ട് ഞാൻ കൂട്ടിലയിപ്പിച്ചു. അപ്പോൾ ഈമാനിൻ്റെ മധുരം ശിക്ഷയുടെ കയ്പിനെ ഇല്ലാതാക്കി. യഥാർത്ഥ വിശ്വാസിക്ക് ഈ ലോകത്തൊന്നും ഭയക്കാനില്ല. ദാരിദ്ര്യം ഭയക്കാനില്ല, ശത്രുവിനെ ഭയക്കാനില്ല, നഷ്ടങ്ങളെ ഭയക്കാനില്ല, രോഗങ്ങളെ ഭയക്കാനില്ല, ഒന്നും ഭയക്കാനില്ല. എന്ത് സംഭവിച്ചാലും എനിക്കെൻ്റെ റബ്ബുണ്ട് എന്ന സമാധാനം. അതല്ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹിൻ്റെ ഖുവത്ത് കൊണ്ടല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. വല്ലാത്ത ഒരു സ്വാധീനം, അത്ഭുതകരമായ സ്വാധീനമാണ് ഈ വാക്കിനുള്ളത് എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല. നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് പറ്റുന്ന വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഉഹദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുക, ശക്തമായ തിരിച്ചടി കിട്ടി വിശ്വാസികൾ മടങ്ങുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, ശത്രുക്കൾ പോയിട്ട് ലഞ്ഞു വരുന്നുണ്ട്. ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും, ജനങ്ങൾ ഇനിയും നിങ്ങൾക്കെതിരെ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോളി. ഫസാദഹും ഈമാനാ, ഇത് കേട്ടപ്പോൾ വിശ്വാസികളുടെ ഈമാൻ വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹ്, അവർ ഉറക്കെ പ്രഖ്യാപിച്ചു, ഹസ്ബുനല്ലാഹ്, എനിക്കെൻ്റെ അല്ലാഹു മതി. വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ്. ഉഹദ് അറിയാലോ, ആദ്യം വിജയമായിരുന്നു, പിന്നെ പരാജയമായിരുന്നു.
കനത്ത തിരിച്ചടി കിട്ടി തിരിച്ചു പോരുമ്പോഴാണ് ശത്രുക്കൾ ഇഞ്ഞും വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം എന്താണ് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടായത്? ഈമാൻ കൂടിയവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പടച്ചോണ്ട്. ഉഹുദിന്റെ മുകളിൽ നിന്ന് അബൂ സുഫിയാൻ വിളിച്ചു ചോദിക്കുക, മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ടോ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ? റസൂലുള്ള പറഞ്ഞു മിണ്ടാതിരിക്കാൻ. ക്ഷമിച്ചിരുന്നു ഉമർ. ഉഹുദിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയാ, എന്ത്? ഇവരെല്ലാം മരിച്ചിരിക്കുന്നു. ഹുബൽ ഉയരട്ടെ, ഹുബൽ ഉയരട്ടെ, ഞങ്ങളുടെ വിഗ്രഹം ഉയരട്ടെ എന്ന് പറയുമ്പോ റസൂലുള്ള പറഞ്ഞു മറുപടി കൊടുക്കാൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്, അല്ലാഹു അലാ വ അജൽ, അല്ലാഹു ആണ് ഏറ്റവും ഉന്നതനായവൻ. അപ്പോൾ ഉഹുദിന്റെ ശിഖരത്തിൽ നിന്ന് അബൂ സുഫിയാൻ വിളിച്ചു പറയുകയാണ്, ലനൽ ഉസ്സ ലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. റസൂലുള്ള മറുപടി കൊടുക്കാൻ പറഞ്ഞപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, അല്ലാഹു മൗലാനാ ലാ മൗലാ ലക്കും, ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ട്, അല്ലാഹുവിനെ പോലത്തെ രക്ഷാധികാരി നിങ്ങൾക്കില്ല. ആയിഷ റളിയല്ലാഹു അൻഹ യാത്രയിൽ ഒറ്റപ്പെട്ടു. സഫ്വാൻ ഇബ്നു മുഅത്തർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ വാഹനത്തെ മുട്ടുകുത്തിച്ചിട്ട് അതിന് മുകളിൽ കയറ്റി. മദീനയിലേക്ക് സഫ്വാനിൻ്റെ കൂടെ ആയിഷ ബീവി ഇങ്ങനെ വരുമ്പോൾ മുനാഫിക്കുകൾ ഏറ്റെടുത്തിട്ട് വ്യഭിചാരാരോപണം നടത്തി. ദിവസങ്ങൾ, മാസങ്ങൾ, വല്ലാത്ത ടെൻഷൻ. അവസാനം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് സൂറത്തിറക്കിയിട്ട് അല്ലാഹു ആയിഷ ബീവി ചാരിത്രവതിയാണ് എന്ന് തെളിയിച്ചു. ആയിഷ ബീവിനോട് ചോദിക്കുന്നുണ്ട് സൈനബ് റളിയല്ലാഹു അൻഹ, ഉമ്മ, നിങ്ങൾ അവിടെ ഒറ്റപ്പെട്ടപ്പോൾ, സഫ്വാൻ ഇബ്നു മുഅത്തലിനെ കണ്ടപ്പോൾ, ആ വാഹനത്തിൽ കയറിയപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്? ആയിഷ ബീവി പറയാ, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്കെൻ്റെ പടച്ചോൻ മതി. മെഡിക്കൽ റിപ്പോർട്ട് കൈ കിട്ടുമ്പോഴേ ഹസ്ബി അല്ലാഹ്, രോഗം തെളിയുമ്പോഴേ ഹസ്ബി അല്ലാഹ്, ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോഴേ ഹസ്ബി അല്ലാഹ്, പ്രതിസന്ധികളിൽപ്പെട്ട് മനുഷ്യന്റെ സമാധാനം കെട്ടുപോകുമ്പോ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ പടച്ച റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കുമെന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ആർത്തിരമ്പി വരുന്ന ചെങ്കടലിന്റെ മുന്നിൽ ഭീതിതമായി തൻ്റെ അനുചരന്മാർ നിൽക്കുമ്പോൾ തൊട്ടു പിന്നിൽ ഫിർഔനും കിങ്കരന്മാരും ആയുധസജ്ജരായി ഇപ്പോൾ പിടിക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ, മൂസാ നബിയുടെ ജനത പ്രഖ്യാപിച്ചു, ഞങ്ങളിപ്പോൾ പിടിക്കപ്പെടും. മൂസ എന്ത് ചെയ്യും? മുന്നിൽ കടലാണ്, പിന്നിൽ ശത്രുവാണ്. എന്ത് ചെയ്യും? കല്ലാ, ഡോണ്ട് വറി. കല്ലാറ എന്താ അറിയോ? നിങ്ങളെ വിശ്വാസം തെറ്റാണ്. നിങ്ങളിപ്പോൾ എന്താ വിചാരിക്കണേ? ഒന്നിൽ ഈ കടലിൽ കെടുത്തി ചാടി മരിക്കും, അല്ലെങ്കിൽ ഫിർഔൻ നമ്മളെ പിടിച്ചിട്ട് കൊല്ലും. ഇതല്ലേ നിങ്ങൾ? കല്ലാ, അങ്ങനെയല്ല. ഹഖൻ, യാഥാർത്ഥ്യമായി സംഭവിക്കുന്ന എന്താണ്? ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ പടച്ച റബ്ബുണ്ട്. ഫഔഹൈനാ ഇലാ മൂസ അൻ ഇദ്രിബ് ബിഅസാകൽ ബഹർ ഫംഫലഖത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു വഹീ കൊടുത്തു, കയ്യിലെ വടി കൊണ്ട് ചെങ്കടലടിക്കാൻ. ഫംഫലഖത്, രണ്ട് ഭാഗമായി മാറി നിന്നു. കത്തൗദിൽ അദീം, ഭീമമായ വെള്ളത്തിന്റെ മതിൽക്കെട്ടുകളായിട്ട്. ത്വരീഖൻ യബസ, ഉണങ്ങിയ വഴി അല്ലാഹ് റെഡിയാക്കി കൊടുത്തു. അല്ലാഹുവിൻ്റെ ഖുദ്റത്ത്. ഖുർആനിൽ മുഅ്ജിസത്തൊക്കെ ഉണ്ട്. എന്തിനറിയോ? മുഅ്ജിസത്ത് മുഴുവൻ പറഞ്ഞ എന്തിനറിയോ? അള്ളാഹിൻ്റെ ഖുദ്റത്ത് കാണിക്കാൻ. ഖുർആനിൽ കറാമത്ത് പറയുന്നുണ്ട്. കറാമത്ത്, അസ്ഹാബുൽ കഹ്ഫിന് കിട്ടിയ കറാമത്ത്, മറിയം ബീബിയിലൂടെ പ്രകടമാക്കിയ കറാമത്ത്, ഇതെല്ലാം ഖുർആനിൽ പറയുന്നുണ്ട്. ഇതെല്ലാം എന്തിനാണ്? അള്ളാഹിൻ്റെ ഖുദ്റത്ത് കാണിക്കാൻ. മെഹ്റാബിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മറിയം ബീവി. സക്കരിയ നബി വരിക, അന്നാലക്കി ഹാദാ, എവിടുന്നാണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്, അള്ളാഹിൻ്റെ അടുത്തു നിന്നാണെന്ന് കേട്ടപ്പോൾ കറാമത്തുള്ള ബീവിയാണ്, മഹദിയാണ്, മഹാനാണ്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കാം, ഇനി അടുത്ത ടൂർ മുഴുവൻ അങ്ങോട്ടാണ്. നത്തിങ് ഇല്ല. സക്കരിയ നബി നേരെ പടച്ചോനിലേക്ക് കൈ ഉയർത്തുക. റബ്ബി ഹബ്ലി മിൻ ലദൂക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, മറിയമിന് ഭക്ഷണം ഇറക്കി കൊടുത്ത പടച്ചോനെ, എൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹമാണ്, എനിക്കൊരു കുട്ടിയെ വേണം. എൻ്റെ ഭാര്യ ഒരിക്കലും പ്രസവിക്കാത്ത ആളാ, പക്ഷേ നീ കഴിവുള്ളവനാണ്. ഖുർആൻ മുഴുവൻ അതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഖുർആനിലുള്ള വിശ്വാസം, ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾ
അത് നമുക്ക് വലിയ സമാധാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമുക്ക് അള്ളാഹു കൂടെയുണ്ട് എന്ന ആ ഒരു ധൈര്യം പകരുന്ന വിശ്വാസമാണ്, അള്ളാഹുലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഒരു അന്ധവിശ്വാസിക്ക് സ്വസ്ഥതയല്ലല്ലോ. ഉണ്ടോ? മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ബിസ്മിൻ ചൊല്ലി ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം പോലും ഇല്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ പേടിക്കണം. നിങ്ങൾ ചോദിക്കരുത് 4 സെൻറ്റ് സ്ഥലമാണ് ആകുള്ളത്, അവിടെ കക്കൂസ് പറ്റൂല, അവിടെ മറ്റേ സിറ്റ് ഔട്ട് പറ്റൂല, അവിടെ മറ്റേ കിണർ പറ്റൂല, എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഇതൊക്കെ ആരെ വിശ്വാസം? ഒരു സാധനം മറന്നു വെച്ചാൽ തിരിച്ചു പോയി എടുക്കാനുള്ള ധൈര്യം പോലുമില്ല അല്ലേ? അന്ധവിശ്വാസി ജീവിതത്തിൽ ഭയങ്കര അസ്വസ്ഥനായിരിക്കും. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവന് ധൈര്യമാണ്. സൗർ ഗുഹയുടെ മുന്നിൽ ശത്രുക്കളുടെ വാളിങ്ങനെ തൂങ്ങിയാടുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം, നബിയെ, അവരെങ്ങാനും കാലിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നാം പിടിക്കപ്പെടും. റസൂലുള്ളാഹി പറയാ, അബൂബക്കർ ലാ തഹ്സൻ, പേടിക്കണ്ട, ഇന്നല്ലാഹ മഅനാ. ബദരീങ്ങൾ ഈ വീടിൻ്റെ കാവൽ അല്ല, അള്ളാഹു ഈ വീടിൻ്റെ കാവൽ. അള്ളാഹു നമ്മുടെ മക്കളുടെ കാവൽ, അള്ളാഹു നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽ, അള്ളാഹു മൗലാന. അള്ളാഹുവാണ് നമ്മുടെ മൗല, അള്ളാഹുവാണ് നമ്മുടെ കാവൽ, അള്ളാഹുവാണ് നമ്മുടെ ധൈര്യം. ആ വിശ്വാസമാണ് സഹോദരന്മാരെ ഇസ്ലാമിൻ്റെ പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, ആ റബ്ബിലേക്ക് അടുക്കാനുള്ള ശരിയായ മൻഹജും ഖുർആൻ പഠിപ്പിച്ചു തരാം. എല്ലാവർക്കും അള്ളാഹുവിലേക്ക് അടുക്കണം. എങ്ങനെയാണ് അടുക്കുക? തോന്നിമാരിയൊക്കെ അടുത്തോളി എന്നല്ല, ശരിയായൊരു മൻഹജ്. എന്താണ് തൗഹീദ്? എന്താണത് പൂർത്തിയാകാനുള്ള മാർഗം? എന്താണ് ശിർക്ക്? എന്താണ് ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ അപകടങ്ങൾ, ഇതൊക്കെ പഠിപ്പിച്ച ഖുർആൻ. എന്താണ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗം? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. മനസ്സിലായില്ലേ? 500-400 കൊല്ലങ്ങൾ പഴക്കമുള്ള ഏടുകളല്ല, പദ്യങ്ങളല്ല, മൗലിദ് കിതാബുകളല്ല, ഗദ്യപദ്യ സമ്മിശ്രമായ വചനാമൃതങ്ങളല്ല, അവിടെ നിന്നും ഇവിടെ നിന്നും ഓരോരുത്തരും എഴുതിയുണ്ടാക്കിയ കള്ളക്കഥകളല്ല, ഓരോരുത്തരും പറഞ്ഞ് അടിച്ചിറക്കിയ അവരുടെ വാക്കുകളല്ല. മറിച്ച് ഖുർആൻ, അതിൻ്റെ വിശദീകരണമായ സുന്നത്ത്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കൃത്യമായ വഴി, അത് സുന്നത്താണ് എന്ന് ഖുർആൻ വഴി കാണിക്കുക. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായ ജീവിത കാഴ്ചപ്പാട്, മരണത്തിനപ്പുറത്തുള്ള പ്രതീക്ഷ, അള്ളാഹു ഉണ്ട് എന്ന ധൈര്യം, ആ അള്ളാഹുവിലേക്ക് ഞാൻ എങ്ങനെ അടുക്കണം, റസൂലുള്ളാഹിയുടെ വഴിയിലൂടെ അടുക്കാൻ സാധിക്കുമെന്ന ആ ഒരു ക്ലാരിറ്റി. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ. റസൂലുള്ളാഹി പറയാ, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചത് വെളുത്ത പ്രതലത്തിലാണ്, വെളിച്ചമാണ്, ഇരുട്ടില്ല. അവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെളിച്ചാണ്. നിങ്ങൾ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ചെറുതും വലുതുമായ 100കണക്കിന് 1000കണക്കിന് സംശയങ്ങൾക്ക് കൃത്യമായ മറുപടിയുള്ള ഒരേ ഒരു ഗ്രന്ഥം, ഒരേ ഒരു ദീൻ, അത് ഇസ്ലാമാണ്. ചോദ്യങ്ങളെ ഭയക്കാത്ത മതം. എനിക്കുത്തരം കിട്ടുന്നില്ലേ, അത് എൻ്റെ ജഹലാണ്, ഇസ്ലാമിൻ്റെ കുറവല്ല. ഏത് മനുഷ്യൻ്റെ അടുക്കള മുതൽ അന്താരാഷ്ട്ര വരെയുള്ള മുഴുവൻ വിഷയങ്ങളുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയ മതം. ഇന്ന സന്ദർഭത്തിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ നീ ഇങ്ങനെ 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 ചെയ്യണമെന്ന് കൃത്യമായ ചിട്ട പഠിപ്പിക്കുന്ന മതം, അതാണ് ഈ ഗ്രന്ഥം. 23 കൊല്ലം കൊണ്ട് ഇസ്ലാം ജീവിച്ച് കാണിച്ചു തന്നു റസൂലുള്ളാഹി. അതുകൊണ്ട് ആ റസൂലിന് പരിചയമില്ലാത്തൊരാഘോഷം, ആ റസൂലിന് പരിചയമില്ലാത്തൊരു സ്വലാത്ത്, ആ റസൂലിന് പരിചയമില്ലാത്തൊരു കുതുബിയത്ത്, റാത്തീബ്, മറ്റ് കാര്യങ്ങൾ, അല്ലെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാലുള്ള ഓരോരോ ആഘോഷങ്ങൾ, ഇതൊന്നും പ്രമാണത്തിലില്ലെങ്കിൽ അതൊഴിവാക്കാൻ, പ്രമാണത്തിലുള്ളത് മാത്രം സ്വീകരിച്ച് നിർഭയത്വത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ റസൂലുള്ള ജീവിച്ച് കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ ഖുർആൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. പിന്നെന്താ പറയുക, ഏത് മനുഷ്യനാണെങ്കിലും അയാൾക്ക് സമാധാനത്തിലുള്ള ചില മാർഗങ്ങൾ വേണം. ഖുർആൻ കൃത്യമായി പറയാണ്. ഖുർആൻ കൃത്യമായിട്ട് പറയും, ഈ നെട്ടോട്ടത്തിനിടയിൽ ദിവസവും 5 നേരം പടച്ചോൻ്റെ മുമ്പിൽ നിൽക്കണം. എല്ലാ ചിന്തയും ഒഴിവാക്കി, എല്ലാ ടെൻഷനും ഒഴിവാക്കി, പൂർണ്ണമായിട്ട് മനസ്സാന്നിധ്യത്തോടെ നിൽക്കണം.
സമാധാനമാണ്. ആൾക്കറിയാം നിസ്കാരത്തിൽ പോലും സമാധാനം കിട്ടില്ല. നിസ്കാരം സമാധാനം കിട്ടാനുള്ളതാണ്. നിസ്കാരം സമാധാനം കിട്ടില്ല പറയരുത്. നിസ്കാരം സമാധാനം കിട്ടാനുള്ള, നിസ്കാരത്തിൽ സമാധാനം കിട്ടാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ശ്രദ്ധ പോകുന്നതുകൊണ്ടാണ്. സമാധാനത്തിനുള്ള കൃത്യമായ വഴികൾ. ഒരാൾക്ക് ഭയങ്കര ടെൻഷൻ, അയാൾ കള്ളുസാപ്പ് പോയി, കുടിച്ച് ബോധം പോയി, കുറച്ചു നേരം ഉറങ്ങി, കുറച്ചു നേരം ബോധം തെളിഞ്ഞു വന്നപ്പോൾ ഈ റോട്ടിലൂടെ കിടക്കുന്നുണ്ട്, എണീറ്റ് വീട്ടിൽ പോയി. എന്താ സംഭവിക്കുക? പിറ്റേ ദിവസം അയാൾക്ക് കുടിക്കേണ്ടി വരും. ആൾ മുഴുകുടിയനായിട്ട് മാറും. അതയാളെ ബാധിക്കും, അയാളുടെ മതത്തെ ബാധിക്കും, അയാളുടെ സമ്പത്തിനെ ബാധിക്കും, അയാളുടെ ശരീരത്തെ ബാധിക്കും, അയാളുടെ മനസ്സിനെ ബാധിക്കും, അയാളുടെ കുടുംബത്തെ ബാധിക്കും, അയാളുടെ മക്കളെ ബാധിക്കും, അയാളുടെ സമൂഹത്തെ ബാധിക്കും, എല്ലാറ്റിനെയും ബാധിക്കും. പരിക്കുകളെ കൊണ്ട് പരിക്ക് മാത്രമാണ്. എന്നാൽ പരിക്കുകളില്ലാത്ത ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ വഴികൾ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. നിസ്കാരം, വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, നമസ്കാരം എനിക്ക് കൺകുളിർമയുള്ളതാക്കിയിരിക്കുന്നു. അള്ളാഹിൻ്റെ മുമ്പിൽ കൈകെട്ടി വെച്ചിട്ട് പറയാം, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹു എന്നെ അസ്വസ്ഥമാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളാണ്. എന്നെയും എൻ്റെ തെറ്റിനെയും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അന്തരം എത്രയാണോ അത്രയും ദൂരേക്ക് നീ മാറ്റിവെക്കണമേ. മനസ്സിലല്ലേ? മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ദുർബലതകൾ, നമ്മുടെ കുറവുകൾ നമ്മളെ അസ്വസ്ഥമാക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 2 സുജൂദിനിടക്കുള്ള സമയം അല്ലേ? നമ്മുടെ ആവശ്യങ്ങളെല്ലാം പടച്ചവനോട് നമ്മൾ ചോദിക്കുക. നമ്മുടെ ആദികളെല്ലാം നമ്മൾ പടച്ചവനോട് ചോദിക്കുക അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള പേടികളെല്ലാം ചോദിക്കുക. തക്ബീർ ചൊല്ലി, ദിക്ർ ചൊല്ലി, തസ്ബീഹ് നടത്തി, തഹ്മീദ് നടത്തി, തഹ്ലീൽ നടത്തി, ഇസ്തിഗ്ഫാർ നടത്തി, തൗബ നടത്തി, എല്ലാം ചെയ്ത് അവസാനം അത്തഹിയാത്തിൽ പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബി ജഹന്നം, നരകത്തിലെ ശിക്ഷയിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലെ എല്ലാ ഫിത്നയിൽ നിന്ന്, മരണത്തിലെ എല്ലാ ഫിത്നയിൽ നിന്ന്, മസീഹു ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. സമാധാനമാണ്. എത്ര ഉള്ളൂ നിങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കണം എന്നുള്ള ബോധം. ഈ നിസ്കാരം എൻ്റെ അവസാനത്തെ നിസ്കാരമാകാൻ സാധ്യത ഉണ്ടെന്നുള്ള ബോധം, എന്താ നിസ്കാരത്തിൽ പറയണമെന്നുള്ള ചിന്ത, അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടെങ്കിൽ നിസ്കാരം ഭയങ്കര സമാധാനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, റസൂലിന് എന്തെങ്കിലും അസ്വസ്ഥത ബാധിച്ചാൽ സ്വല്ലാ, റസൂൽ നിസ്കരിക്കും. ഇബ്നു അബ്ബാസ് യാത്രയിലാണ്, മകൻ മരിച്ചു എന്ന് വിവരം കിട്ടി, ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് അതിൽ നിന്ന് ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതാണ് നാം ചെയ്തത്. എന്താ അള്ളാഹു കൽപ്പിച്ചത്? വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം തേടിക്കോളി പടച്ചോനോട്. അതാ ഞാൻ ഇപ്പോൾ ചെയ്തത്. കുട്ടി മരിച്ചു എന്ന് കേട്ടപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ച് പടച്ചോനോട് പ്രാർത്ഥിക്കുക. അള്ളാഹ് കൽപ്പിച്ച വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, അതാ ഞാൻ ഇപ്പോൾ ചെയ്തത്. അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനത്തിനുള്ള കൃത്യമായ വഴി ഖുർആൻ പാരായണം. എല്ലാ തിരക്കും ഒഴിവാക്കി ഖുർആൻ്റെ അടുത്ത് കുറച്ചു നേരം നിന്നിട്ട് സ്വസ്ഥമായിട്ട് ഖുർആനോട് ഓതിയാലേ ഭയങ്കര റാഹത്തുണ്ടാവും. അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാവുമെങ്കിലേ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാവും കേട്ടോ. ഖുർആൻ ഇങ്ങനെ എടുത്തിട്ട്, ഖുർആൻ്റെ പതിപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തുറന്നു വെച്ചാലേ ആ 2 പേജിലുള്ള അർത്ഥങ്ങൾ നിങ്ങൾ വായിച്ചാൽ, നിങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണെങ്കിൽ ആ അർത്ഥം വായിച്ചാൽ മതി, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അതാ ഖുർആൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞത്. ഖുർആൻ ഏത് പേജ് ഇങ്ങനെ തുറന്നു വെച്ചാൽ മതി, അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് വായിച്ചു നോക്കണ്ടേ, നമ്മുടെ മനസ്സിലെ എല്ലാ സങ്കടവും മാറും. എന്താ നമ്മുടെ സങ്കടം? ദുനിയാവല്ലേ? ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ. ദുനിയാവിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഇവിടുത്തെ സമ്പത്തിന്, ഇവിടുത്തെ സൗകര്യത്തിന്, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്ക്. ആഖിറത്താകുന്നു എന്നെന്നും നിങ്ങൾക്ക് ബാക്കിയാകുന്നത്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെതിരെ ഇറങ്ങി. വഹയിന് ചെറിയ ഗ്യാപ്പ് വന്നപ്പോൾ അവർ പറയാണ്, മുഹമ്മദിനെ അള്ളാഹ് കൈവിട്ടിരിക്കുന്നു, മുഹമ്മദിനെ ബാധിച്ച ശൈത്താനിതാ മാറിയിരിക്കുന്നു, മുഹമ്മദ് ഒറ്റപ്പെട്ടിരിക്കുന്നു. റസൂലുള്ള പ്രതിരോധത്തിലായി, റസൂലിന് സങ്കടമായി. അപ്പോൾ അള്ളാഹു 2 സൂറത്ത് ഇറക്കുകയാണ്, സൂറത്തുൽ ദുഹയും സൂറത്തു ഇൻഷിറാഹും.
ആ സൂറത്തിൽ അള്ളാഹു പറയുന്നത് മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അള്ളാഹു നിങ്ങളെ കൈവിട്ടിട്ടില്ല, അള്ളാഹു നിങ്ങളോട് കോപിച്ചിട്ടില്ല. നബിയെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, നിങ്ങൾക്ക് ആദ്യത്തേതിനേക്കാൾ നല്ലത് വരാനിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ സങ്കടമൊക്കെ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടായിരിക്കും. നമ്മൾ ഖുർആൻ ഇങ്ങനെ തുറന്നുവെച്ചാലേ ഓരോന്നിങ്ങനെ അർത്ഥങ്ങൾ വായിച്ചാൽ പരത്തി പറയാൻ സമയമല്ല, വായിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കഷ്ണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ആശ്വാസം തരും. അതാ ഖുർആൻ്റെ അത്ഭുതം, അതാ ഖുർആൻ്റെ അത്ഭുതം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഗിയായി ആയത്ത് കേട്ടിട്ട് രോഗിയായി. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, അല്ലാഹുവിൻ്റെ അദാബ് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന ആയത്ത് കേട്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഗിയായി. ഖുർആൻ തന്നെ പറയാണ്, അല്ലാഹു ഇദാ അഹ്സനുൽ ഹദീസ് ഇറക്കിയിരിക്കുന്നു. തഖ്ശഇറു ജുലൂദുൽ ലദീന യഖ്ശഊന റബ്ബഹും, അല്ലാഹനെ പേടിക്കുന്ന ആളുകൾക്ക് അത് രോമാഞ്ചമുണ്ടാക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഈമാൻ ഇങ്ങനെ കൂടും. എല്ലാ വേണ്ടാത്ത ചിന്തയും മനസ്സിൽ നിന്ന് പോവും. അനാവശ്യമായ ചിന്തകൾ, മറ്റുള്ളവനുള്ള ദേഷ്യങ്ങൾ, പക, വിദ്വേഷം, അസൂയ, ദുനിയാവിനുള്ള ആർത്തി, നമ്മുടെ ശരീരത്തിൽ തന്നെ ഞാൻ കറുത്തുപോയി, മെലിഞ്ഞു പോയി, ചൊറുക്കില്ലാണ്ട് പോയി, ഷെയ്പ്പില്ലാണ്ട് പോയി, അല്ലേ, ഈ കുറ്റപ്പെടുത്തലുകൾ എല്ലോ നമ്മുടെ മാനസിക രോഗവും ഖുർആൻ അങ്ങനെ ചെത്തിമിനുക്കി വൃത്തിയാക്കി തരും. ദിസ് ഈസ് എ ചാലഞ്ച്, ഒരു വെല്ലുവിളിയാണ്. നിങ്ങൾ പഠിച്ചു നോക്കി, ഈ റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഖുർആൻ ശരിക്കതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചിട്ട് ഈ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയാൻ സാധിക്കൂല. ഖുർആൻ മാറ്റിയവർ, സിനിമാ നടന്മാർ, പോപ്പ് ഗായകന്മാർ, വലിയ വലിയ ധനാഢ്യന്മാർ, ഓല് പറയണേ അതിനേക്കാൾ വലിയ ആസ്വാദനം ഖുർആൻ തരുന്നു. അതുകൊണ്ട് ശരിക്കും സമാധാനത്തിലുള്ള വഴികൾ, നിസ്കാരം, ഖുർആനോത്ത്, ദിക്റുകൾ സംരക്ഷണമാണ്. അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്, എപ്പോഴും അള്ളാഹിനെ കുറിച്ചൊരു ഓർമ്മ. അതാണ്, അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടോ, അത് വേറെ സമാധാനം തന്നെ. വിചാരിച്ചത് നടക്കാതെ നിൽക്കുമ്പോഴേ സങ്കടം ഇങ്ങനെ നിൽക്കുമ്പോൾ, അല്ലാഹ് എനക്കറിയാലോ ഇപ്പോൾ ഇത് ഖൈറാണോ ഷർറാണോ, എനിക്ക് നീ അത് തട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കതൊരു പക്ഷേ ഷർറായിരിക്കാം, എല്ലാം നിൻ്റെ തീരുമാനമാണ്. അള്ളാഹിനോട് ഓർമ്മ വരുമ്പോൾ എല്ലാ സങ്കടം പോവും. അതാണ് അള്ളാഹ് എന്നുള്ള വാക്കിൻ്റെ പ്രത്യേകത. വാളിന് ഊരിയിട്ടേ റസൂലിൻ്റെ നേരെ ചൂണ്ടിയിട്ട് ചോദിക്കാം, മയ്യംനഉക മിന്നീ, ആരാണ് എന്നിൽ നിന്ന് നിന്നെ തടയാൻ, ആർക്കാണ് സാധിക്കുക? റസൂലുള്ള പറയാ, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. 3 വട്ടം അല്ലാഹ് എന്ന് പറയുമ്പോൾ കയ്യിൽ നിന്ന് ചാടി വാള്. അതുകൊണ്ട് അല്ലാഹ് എന്നുള്ള വാക്കെന്താ പറയുന്നത്, ഇസ്മുൽ ജലാല, അള്ളാൻ്റെ ഏറ്റവും മഹനീയമായ ജലാലത്തിൻ്റെ നാമമാണ് അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാറ്റിലുണ്ട് അല്ലാഹ്. തസ്ബീഹിൽ, തഹ്മീദിൽ, തക്ബീറിൽ, തഹ്ലീലിൽ, ഹൗഖല, ഹസ്ബല, ബസ്മല, എവ്രിതിങ്, എല്ലാത്തിലുണ്ട് അല്ലാഹ് എന്ന നാമം. ഖുർആനിൽ ഏറ്റവും ആവർത്തിച്ചു വന്ന നാമം അല്ലാഹ്. ആ അള്ളാഹ്ക്ക് ദിക്റെടുത്തുകൊണ്ടിരിക്കുക, അത് നമുക്ക് സമാധാനം ഉണ്ടാവും. പിന്നെ പ്രാർത്ഥിക്കാൻ, എന്ത് സംഭവിക്കും, വലാ തകിൽനി ഇലാ നഫ്സി തുറഫത ഐനിൻ, പടച്ചോനെ ഒരു നിമിഷം പോലും എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ, എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കാം. ഇതിനേക്കാൾ വലിയ നിർഭയത്വം വേറെ കിട്ടാണ്ടോ? ഇല്ല. എന്തുണ്ടായാലും കുട്ടീനെ മിസ്സാവുക, നിങ്ങൾക്കറിയാം കുട്ടി മിസ്സായുള്ള സങ്കടം, നമ്മളിത് മിസ്സായിട്ടില്ലല്ലോ, അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. ഇന്നമാ അഷ്കൂ ബത്തി വഹസ്നി ഇലല്ലാഹ്, എൻ്റെ എല്ലാ ദുഃഖവും വിഷമവും പടച്ചോനെ ഞാൻ നിന്നോട് പറയാണ്. എത്ര സമാധാനമാണ് പടച്ചോനോട് ഏൽപ്പിക്കുക. 2 പവൻ്റെ 3 പവൻ്റെ അല്ലെ 10 പവൻ്റെ സ്വർണ്ണം മിസ്സായി, തിരഞ്ഞിട്ട് കിട്ടുന്നില്ല, കംപ്ലൈൻറ്റ് കൊടുത്ത് അന്വേഷിച്ച് കിട്ടുന്നില്ല. അല്ലാഹ്, എന്ത് സംഭവിച്ചാലും അള്ളാഹിനെ ഏൽപ്പിക്കുക. എന്താവശ്യമുണ്ടോ അള്ളാഹിനോട് ചോദിക്കുക. റസൂലുള്ളാഹി പറയാ, മോനെ നിനക്ക് ഉഹുദ് മലയോളം കടമുണ്ടെങ്കിലും നീ പടച്ചോനോട് ചോദിച്ചോ, അള്ളാഹ് വീട്ടിത്തരും, അള്ളാഹ് വീട്ടിത്തരും. സുബൈർ ഇബ്നു അവ്വാം മരണപ്പെടുക,
മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറയാം, അബ്ദുള്ള, എൻ്റെ കടം ഞാൻ നിന്നെ ഏൽപ്പിക്കുക, നീ അത് വീട്ടണം മോനെ. നിനക്കത് വീട്ടാൻ പ്രയാസമാകുമ്പോൾ നീ എൻ്റെ മൗലയോട് ചോദിക്കണം. മകൻ ചോദിച്ചു, ആരാ നിങ്ങളുടെ മൗല? അള്ളാഹുവാണ്. ബാപ്പ മരിച്ച് കടം വീട്ടാൻ ബുദ്ധിമുട്ടുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കും, യാ മൗല സുബൈർ യഖ്ദി അൻഹു ദൈനഹു. സുബൈറിന്റെ മൗലയായ അള്ളാഹ് അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ എന്നെ സഹായിക്കണേ. കടം വീടിയെന്ന് മാത്രല്ല, 4 ഭാര്യമാരിൽ ഓരോ ഭാര്യമാർക്കും 12 ലക്ഷം വീതം ബാക്കി. അപ്പം എത്രയധികമാണ് ബാലൻസ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ ധൈര്യം അല്ലാഹുവാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. എല്ലാ ദുഃഖവും, എല്ലാ വിഷമവും, ആധിയും, എൻ്റെ ആവശ്യങ്ങളും എല്ലാം പടച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അർജു റഹ്മതക്, നിന്റെ റഹ്മത്ത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് റബ്ബേ. അപ്പോൾ പ്രാർത്ഥന നോക്ക്, നിങ്ങൾ ഓരോന്നും ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽപ്പെട്ട എന്തൊക്കെ അവസ്ഥ, എന്താ അവിടെ പ്രതീക്ഷിക്കാൻ കഴിയുക? പക്ഷെ അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക്. യൂനുസ് നബി അല്ലേ, വർഷങ്ങളായി രോഗിയായി കിടക്ക അയ്യൂബ് നബി. അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റാഹിമീൻ ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. എന്താലേ ആയത്ത്? ഈ ആയത്തുണ്ടാകുമ്പോഴേ നമുക്ക് എന്തിനാ ഇടങ്ങേറ്, എന്തിനാ ബുദ്ധിമുട്ട്? രോഗമായി കിടക്കുന്ന അയ്യൂബിനെ പടച്ചോനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ എനിക്ക് ഉപദ്രവം ബാധിച്ചിരിക്കുന്നു, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, വർഷങ്ങളായി ക്ലേശത്തിലാണ്. ഫസ്തജബ്നാ ലഹു, അല്ലാഹ് ഉത്തരം കൊടുത്തു, എല്ലാ ഉപദ്രവവും നീക്കിക്കൊടുത്തു. നേരിട്ട് പടച്ചോനോട്. ഗുഹാവാസികളിലെ ഗുഹാവാസികൾ എന്താ ചെയ്ത്? പുറപ്പെട്ടു. എവിടേക്കാ പോകണ്ടെന്ന് അറിയില്ല, രാത്രിയായി. അവിടെ കയറി ഗുഹയിൽ. അവരെന്താ പ്രാർത്ഥിച്ച്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. അല്ലാഹുവേ, നിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്ത് നീ ഞങ്ങൾക്ക് ഇറക്കി തരണേ. ഞങ്ങളുടെ കാര്യത്തിൽ നീ ഞങ്ങൾക്ക് ശരിയായ ഒരു റശദ, ഒരു വഴി, ഒരു സന്മാർഗം, ഒരു കൃത്യമായൊരു ക്ലാരിറ്റി നൽകണമേ. ഫദറബ്നാ അലാ ആദാനിഹിം. പ്രാർത്ഥിച്ചു വായെടുത്തപ്പോഴേക്ക് അള്ളാഹു അവരെ ഉറക്കിക്കിടത്തി. പ്രാർത്ഥന, ദിക്ർ, ദുആ, നിസ്കാരം, പുണ്യകർമ്മങ്ങൾ, ഇതൊക്കെ സുഹൃത്തുക്കളെ നമുക്ക് സമാധാനത്തിലുള്ള വഴിയാണ്. ഇത് നന്മകൾ പ്രവർത്തിക്കാൻ പറയാം, തിന്മകൾ ഒഴിവാക്കാൻ പറയാം. ഈ നന്മ പ്രവർത്തിക്കുമ്പോൾ എന്താ പറയുക? അയ്യോ, ഞാൻ നിസ്കരിച്ചു പോയല്ലോ. ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാ? ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും കുറ്റബോധമുണ്ടോ? വേണ്ടിയിരുന്നില്ല ആ ദീനി മജ്ലിസിൽ പോയി കുത്തിരുന്നല്ലോ എന്ന്. നിങ്ങൾ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു മട്ടൽ ചാടിക്കിടക്കട്ടെ, വലിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അത് ചെയ്യേണ്ടിയിരുന്നില്ല തോന്നിയോ? ഒരു കണ്ണ് കാണാത്ത ഒരാൾ നമ്മുടെ മുമ്പിൽ കൈ വീട്ടി പൈസ കൊടുത്തു, അത് വേണ്ടിയിരുന്നില്ല തോന്നിയോ? ഇല്ല. ഇന്നലിൽ ഹസനത്ത് ളിയാഅൻ ഫിൽ വജ്ഹ് വനൂറൻ ഫി സദ്ർ വസഅതൻ ഫി റിസ്ഖ് വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുഹൃത്തുക്കൾ പ്രവർത്തിക്കുമ്പോൾ മുഖത്ത് പ്രസന്നതയുണ്ടാകും, കൺകുളിർമയുണ്ടാവും, ഹൃദയത്തിന് സമാധാനം ഉണ്ടാവും, റിസ്ഖിൽ വിശാലതയുണ്ടാകും, ആളുകൾക്കിടയിൽ സ്നേഹമുണ്ടാകും. നന്മ പ്രവർത്തിച്ച് നമുക്കൊരു സങ്കടമില്ല. അതുകൊണ്ട് എല്ലാ നന്മയെയും പ്രമോട്ട് ചെയ്യാണ് ഇസ്ലാം, ഖുർആൻ. നിങ്ങൾ പരമാവധി സുഹൃത്തുക്കൾ ചെയ്തോളീൻ. സമാധാനം കെടുത്തുന്ന, സ്വസ്ഥത കെടുത്തുന്ന എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി പറയാണ്. എല്ലാ നല്ല സ്വഭാവം ഉണ്ടാവാനും വേണ്ടി പറയാണ്. തൃപ്തി, വർദ്ദി ബിമാ ഖസം അല്ലാഹു ലക് തകുൻ അഗ്നൻ നാസ്. നിനക്ക് അല്ലാഹ് തന്നത് നീ തൃപ്തിപ്പെട്ടോ, നീ നല്ല പൈസക്കാരനാ. മറ്റുള്ളവരോട് നീ കരുണ ചെയ്തോ. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നീ എല്ലാവരോടും സ്നേഹത്തോടെ വർത്തിച്ചോ. റഹമാ ബൈനഹും, പരസ്പരം കാരുണ്യത്തോടുകൂടെ വർത്തിച്ചോ, ക്ഷമിച്ചു കൊടുത്തോ. വബശ്ശിരി സാബരീൻ, ക്ഷമിക്കുന്നവർക്കാകുന്ന സന്തോഷ വാർത്ത. വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ കാട്ടിയില്ലേ, അതിന് പകരം കൊടുക്കണം. അല്ല, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്ക്. ആയിഷ ബീവിക്കെതിരെ വ്യഭിചാരോപണം നടത്തിയ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ആളാ.
ഇനി ഞാൻ നിനക്കൊന്നും തരൂല പറഞ്ഞപ്പോൾ ആയത്തിറങ്ങിയത്, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കാൻ, നിങ്ങളുടെ പാപം പൊറുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പുറത്തു കൊടുക്കണം. അബൂബക്കർ അയാൾ തിരിച്ചു വിളിച്ച് എല്ലാ സൽസ്വഭാവവും എല്ലാ നല്ല ഗുണങ്ങളും അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികപരമായി സമാധാനമുള്ള ജീവിതം ലഭിക്കാം. എല്ലാ ദുഷിച്ച ചിന്തകളിൽ നിന്നും സ്വഭാവത്തിൽ മാറി നിൽക്കാൻ പറയാം. പലിശ, എത്ര ആൾക്കാരെ ജീവിത കൊളായത്. വ്യഭിചാരം, എത്ര കൊലപാതകങ്ങളാണ് നടന്നത്. മദ്യം, എത്ര ആളുകളുടെ ജീവിതമാണ് നാശാക്കിയത്. സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ, എത്ര ആളുകളുടെ സ്വസ്ഥതയാണ് നശിപ്പിച്ചത്. കൂടെ നടന്ന് കഞ്ചാവ് വിറ്റ് പല നിലക്ക് പണമുണ്ടാക്കിയിട്ട് അവസാനം കൂടെ നിന്നവനെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം നമ്മുടെ പരിസരത്താണ് ഉണ്ടായത്. എന്തേ? മനുഷ്യൻ്റെ സമാധാനം, സ്വസ്ഥത, സന്തോഷം, സാഹോദര്യം ഇതൊന്നും കെടുത്തുന്ന ഒരു കാര്യവും ഇസ്ലാം നമുക്ക് അനുവദിച്ചില്ല. ഒരു മനുഷ്യൻ്റെ ബോധം നഷ്ടപ്പെടുത്തുന്ന ലഹരി ചെറിയ അംശം പോലും പാടില്ല. പലിശ തിന്നരുത്, തീറ്റിക്കരുത്, എഴുതരുത്, സാക്ഷി നിൽക്കരുത്. ഉപേക്ഷിക്കാൻ പറ്റിയില്ലേ, അള്ളയും റസൂലും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. സാമ്പത്തിക രംഗത്ത് അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്, സൂക്ഷിച്ചോ. എത്ര ഗൗരവത്തിലാണ് പറഞ്ഞാൽ നിങ്ങൾ. അപ്പം മനുഷ്യൻ്റെ എല്ലാ ഇടങ്ങേറും മുസീബത്തും വരാനുള്ള സാധ്യതയുള്ള തെറ്റുകളുടെ ഡോറുകൾ കൊട്ടിയടക്കുക. ഒരു മെസ്സേജ് എത്ര കുടുംബത്തെയാണ് നശിപ്പിച്ചത്. ഒരു മനുഷ്യൻ്റെ ദുശീലം, അയാൾക്ക് വരുത്തിയ നഷ്ടം അല്ലേ. അനാവശ്യമായ സൈറ്റുകൾക്ക് അടിമപ്പെട്ടിട്ട് 2 മക്കളെയും ഭാര്യനെയും സ്വന്തം വീട്ടിൽ കൊണ്ടാക്കിയേക്ക. ഓന് പെണ്ണ് വേണ്ട, ഓന് ഫോണ് മതി, ഫോണിൽ അനാവശ്യ കാഴ്ച മതി. ലോകത്തിൻ്റെ ഏതോ ദിക്കിൽ HD ക്ലാരിറ്റി ക്യാമറയുടെ മുന്നിൽ തൻ്റെ വസ്ത്രം ഉരിഞ്ഞ് തൻ്റെ അവയവങ്ങളെ കാണിച്ചു കൊടുത്ത് അതിന് പണം എണ്ണി വാങ്ങുന്ന തോന്നിവാസത്തെ അതിന് സാക്ഷി നിൽക്കുക, അത് കണ്ടാസ്വദിക്കുക. സ്വന്തം ഭാര്യയെയും സ്വന്തം മക്കളെയും പോറ്റാതെ അവരെ മാറ്റി നിർത്തുകയാണ്. അവനൊന്നും തോന്നുന്നില്ല. എന്താ ചെയ്യുക? സ്വന്തം ഭാര്യനെ കണ്ടൊന്നും തോന്നുന്നില്ല. സ്വന്തം ഭർത്താവിന് വേണ്ട. കെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം കയ്യിലെ പണം കൊടുത്ത് താൻ ഒരുപാട് റിസ്ക് സഹിച്ച് വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത് ക്വാളിഫിക്കേഷൻ വാങ്ങിച്ചു കൊടുത്ത് നല്ല ജോലിയിൽ ഏർപ്പെടുത്തി കൊടുത്തപ്പോൾ ഓക്കോനെ വേണ്ട, വേറെ ആളുകളുമായിട്ടാ ബന്ധം. ജീവിതത്തിൻ്റെ അലകും പിടിയും തകർക്കുന്ന എല്ലാ കാര്യത്തെയും ഇസ്ലാം നിഷിദ്ധമാക്കി. എങ്ങനെ ചെറുപ്രായത്തിൽ ഇങ്ങനെ വലിച്ചിടുമ്പോഴേ കുറച്ച് രസമൊക്കെ തോന്നും. കമ്പനിക്ക് വേണ്ടി കുടിച്ചു തുടങ്ങി, വലിച്ചു തുടങ്ങി, അവസാനം മാരകമായ ക്യാൻസർ. എന്തേ? രസത്തിന് തുടങ്ങിയതാ. എല്ലാ ഹറാമുകളെയും യുഹർറിമു അലൈഹിമുൽ ഖബായിസ്, മനുഷ്യൻ്റെ ജീവിതത്തിന് നാശം വിതക്കുന്ന എല്ലാ ഹറാമുകളെയും ഖുർആൻ നമ്മുടെ മുന്നിൽ തടഞ്ഞു വെച്ചു. ഒരു സമാധാനം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റിയ കറക്റ്റ് പ്ലാനാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. വിവാഹത്തിൻ്റെ ആവശ്യമില്ല, അതൊക്കെ ഇങ്ങനെ പരമ്പരാഗതമായി വന്ന കാര്യമാണ്. നമുക്ക് വിദ്യാഭ്യാസവും നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ പരസ്പര ധാരണയിൽ ജീവിക്കാം. ഇത്രയൊക്കെ അന്വേഷിച്ചിട്ടും പഠനം നടത്തിയിട്ടും ആലോചിച്ചിട്ടും നടക്കുന്ന വിവാഹം തന്നെ പ്രശ്നത്തിലാണ് പലപ്പോഴും. പിന്നെ 2 വ്യക്തികൾ മാത്രം തീരുമാനിച്ചൊരു കുടുംബജീവിതം ആരംഭിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇഷ്ടമുള്ളവൻ്റെ കൂടെ ഇറങ്ങിപ്പോവാം. അങ്ങനെ ഇറങ്ങിപ്പോയി എത്ര ആളുകൾ ഖബറിലെത്തി, എത്ര ആളുകളെ കൊന്നൊടുക്കി. വേണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചുകൂടായിരുന്നോ? വിഷം കൊടുത്തു കൊന്നില്ലേ? ഒന്നിനും മാത്രം പോന്ന ഒരു ചെക്കനെ ചുമക്കുള്ള മരുന്ന് എന്നും പറഞ്ഞിട്ട് വിഷം കലർത്തിയ മരുന്ന് കൊടുത്ത് ഒരു ചെക്കനെ കൊലപ്പെടുത്തിയില്ലേ ഒരു റാങ്കുകാരി? എത്ര പെൺകുട്ടികളുടെ ജീവനാണ് കാമുകന്മാർ നശിപ്പിച്ചത്? ക്യാമ്പസിന്റെ ഗാർഡനിൽ വെച്ച് പേപ്പർ മുറിക്കുന്ന കത്തി കൊണ്ട് പെണ്ണിന്റെ കഴുത്തിന്റെ ഞരമ്പ് മുറിച്ചിട്ട് കൊലപ്പെടുത്തിയത് സ്നേഹം നടിച്ച് തന്റെ കൂടെ നടന്നവനല്ലേ? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, കുടുംബമാണ് സുരക്ഷിതത്വം, സമാധാനത്തിൻ്റെ ഗേഹം. ഇപ്പം എന്താ പറയണറിയോ? മറ്റേ സെക്ഷൽ ഡിസോർഡറിന് എന്ത് ഒരാണിന് ആണിനോട് തോന്നുക, പെണ്ണിന് പെണ്ണിനോട് തോന്നുകയൊക്കെ ഇപ്പം ഡിസോർഡർ അല്ല, അതൊക്കെ റൈറ്റാണ്, സെക്ഷൽ റൈറ്റ്.
ഒരാൾക്കുള്ള സ്വാതന്ത്ര്യം. ചില പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ക്യാമ്പസിലുള്ള പണി തന്നെ എന്താ അറിയങ്ങള്, ഇതിനെ പ്രൊമോട്ട് ചെയ്യലാണ്. ആണിനോടും പെണ്ണിന് പെണ്ണിനോടും, ഒരു പെണ്ണിന് സ്വന്തത്തോടുമൊക്കെ ഇഷ്ടം തോന്നും, അതൊക്കെ നാച്ചുറാണ്. ഒരു പെണ്ണ് നേരെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ എന്നെ തന്നെ കെട്ടുകയാണ്, ഒറ്റക്കെട്ട്. എന്തൊരു ഗതികേട്. ഈ സമരം നടത്തുന്ന, ഈ മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട, സ്വന്തം അമ്മ തൊട്ട് അയൽപ്പക്കത്ത് തൻ്റെ കളിക്കൂട്ടുകാരിയെ പ്രേമിച്ച് അവളുടെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഓനില്ല എന്നുള്ള കാര്യം. കുടുംബത്തിൻ്റെ അലകും പിടിയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം സമാധാനമുള്ളൊരു കുടുംബം. എന്താ കുടുംബത്തിൽ സമാധാനമില്ലാത്തറിയോ? ഖുർആൻ പറഞ്ഞ പോലെ കുടുംബം കൊണ്ടിടക്കയറ്റാ. കുടുംബത്തിൽ കയറുന്ന ആണിനും പെണ്ണിനും അറിയില്ല എന്തിനാ ജീവിതം എന്ന്. കല്യാണത്തിൽ വട്ടും വീടി അല്ലേ, ഡാൻസും നടത്തി, നിക്കറും ബാഗും തൂക്കി, കയ്യിൽ വെള്ളക്കുപ്പിയും വലിച്ച് കല്യാണം കഴിക്കാൻ പുതിയാപ്പിള കയറി വരിക. എന്താ കല്യാണം? റീൽസിലൊക്കെ കാണുന്ന പോലെ ഒരു കല്യാണം നടത്തണം എനിക്ക്. റീൽസിലൊക്കെ ബീറൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ അടിപൊളി. എന്തിനാ കല്യാണം എന്നറിയില്ല, അതിനെ വലിയ പ്രശ്നം. ഒന്ന്. രണ്ടാമത്തെ എന്താ അറിയോ? ഒരു പ്രഹസനമാണ്. അന്നത്തെ ഒരു പ്രഹസനം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഒരുപാട് ഉടായിപ്പാട് രണ്ടാൾക്കാർക്കും ഒരു സീക്രട്ട് ലൈഫ് വേറെയും പബ്ലിക് ലൈഫ് വേറെയാണ്. പരസ്പരം സ്നേഹിക്കാനും അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അറിഞ്ഞ് ജീവിച്ച എങ്ങനെ അറിയങ്ങൾ? കല്യാണം കഴിഞ്ഞിട്ടേ കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ കഴിഞ്ഞപ്പോൾ ഭർത്താവ് തളർന്ന് കിടക്കുക. ഭർത്താവ് ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇജ്ജ് പോയിക്കോ, നിനക്ക് എന്നിൽ നല്ലൊരു സമാധാനമുള്ള ജീവിതം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനില്ല. കാരണം ഞാനിനി ബെഡിൽ നിന്ന് എണീക്കൂലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഭാര്യ പറയാണ്, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ മാത്രമാണ്. 40 ചില്ലാനം കൊല്ലമാണ് ബെഡിൽ നിന്ന് എണീക്കാത്ത സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഒരു ശാരീരിക സുഖം പോലും നേടാതെ ഭാര്യയായി ഒരു പെണ്ണ് കഴിച്ചു കൂട്ടിയത്. അറിയങ്ങൾക്ക് സ്നേഹിച്ചാൽ എങ്ങനെയാണ്? സ്നേഹിച്ചാൽ പറ്റൂല ഉപദ്രവിക്കാൻ, ചീത്ത പറയാൻ, അങ്ങോട്ടോട്ട് മാറിക്കിടക്കാൻ, മക്കളുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിക്കാൻ. മനസ്സിലല്ലേ? സ്വന്തം ഇണകളുണ്ടായിരിക്കെ മറ്റുള്ളവരിൽ നിന്ന് സുഖങ്ങൾ തേടാൻ മര്യാദയ്ക്ക് സ്നേഹിച്ചാൽ പറ്റൂല. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ സമാധാനമാണ്. പ്രളയത്തിൽ പാതാറിൽ 2 നില ബിൽഡിംഗ് പൊളിഞ്ഞ് തകർന്ന് നശിച്ച് മീഡിയ വണ്ണ് ക്യാമറയുമായിട്ടാണ് ബാപ്പാൻ്റെ അടുത്തേക്ക് എന്ന്. മൂപ്പര് പറഞ്ഞു, 10-30 കൊല്ലം ഞാൻ ഗൾഫിൽ അധ്വാനിച്ച വീടാണ് പൊളിഞ്ഞ്. 2 തുള്ളി കണ്ണീര് മൂപ്പരെ കണ്ണെന്ന് വന്ന്. പിന്നെ മൂപ്പര് ചിരിച്ചിട്ട് പറഞ്ഞു, വീട് പോയാലും എൻ്റെ ഭാര്യ എൻ്റെ 2 മക്കളെ എനിക്ക് ജീവനോടെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് മൂപ്പര് സന്തോഷത്തിൻ്റെ ഒരു കരച്ചിലാണ്. സുഹൃത്തുക്കളെ, കുടുംബം അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ്. ആ നിഅമത്തിനെ മവദ്ദത്തിനും റഹ്മത്തിനും സക്കീനത്തിനുമാണ് അള്ളാഹു നമുക്ക് തന്നത്. അത് അള്ളാഹ് പറഞ്ഞ പോലെ മുന്നോട്ട് കൊണ്ടുപോയാലേ സമാധാനവും സന്തോഷവും പടച്ചോൻ തരും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ ദീന്, മനസ്സിലല്ലേ? മക്കളിൽ ദീന്, ഭർത്താവിൽ ദീന്, ഭാര്യയിൽ ദീന്, വീട്ടിൽ കാണുന്നതെല്ലാം ദീന്. അങ്ങനെ ആകുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. ഇതെന്താണ്? പർദ്ദയിട്ട ഉമ്മൻ്റെ കൂടെ ജീൻസിൻ്റെ പാൻറ്റും ടൈറ്റ് ടീഷർട്ടും ഇട്ട് തോളിലൊരു വലിയും ഓളിങ്ങനെ നടക്കുക. ഉമ്മാക്കൊരു കുഴപ്പമില്ല, ഓളിട്ടിക്കണല്ലോ. ഇട്ടാ പോരാ, ഇസ്ലാം പറഞ്ഞ പോലെ ഇടണം, ഇസ്ലാം പറഞ്ഞ പോലെ ധരിക്കണം. ഇസ്ലാം എന്താ പറഞ്ഞ്? തെളിഞ്ഞ് കാണരുത്, ടൈറ്റാവരുത്, പച്ചക്ക് കാണരുത്. ഇവിടെ മറിഞ്ഞ ഇവിടെ പുറത്ത്, ഇവിടെ മറിഞ്ഞ ഇവിടെ പുറത്ത്. അങ്ങനെയല്ല. ഫല്യദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം. മാറും പിൻഭാഗവും മറയുന്നതായിരിക്കണം മൊക്കന. റീൽസിലുള്ളത് അതല്ല. തല മാത്രം ഇങ്ങനെ ചുറ്റിയിട്ടൊരു വള്ളി ബാക്കും ഒരു വള്ളി മുമ്പക്കും, എന്നിട്ടിങ്ങനെ ബ്യൂട്ടി ആയിട്ടിങ്ങനെ അതിനുള്ള അല്ലത്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാനുള്ളതാണ്. അത് ആണുങ്ങളെ കണ്ണിനല്ലേ നിയന്ത്രിക്കേണ്ടത്, നമ്മളെ കുഴപ്പമാണോ? ആണുങ്ങളെ കണ്ണിനെ നിയന്ത്രിക്കാൻ ആണുങ്ങളോടാ കൽപ്പന, പെണ്ണുങ്ങളോട് വേറെ കൽപ്പനയാണ്. ഖുല്ലി അസ്വാജിക വലി ബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന മിൻ
ജലബിബിഹിന്ന, അവരോട് അവരുടെ ശിരോവസ്ത്രം ശരീരത്തിലൂടെ താഴ്ത്തിയിടാൻ പറയട്ടെ. അപ്പം എന്താണ്? അള്ളാൻ്റെ കൽപ്പന പാലിക്കേണ്ട ഒരു പെണ്ണാണ് ഞാൻ. ഇനി ഇവിടെ ഒന്നും ഒരു ആണുങ്ങളും ഇല്ലായിരിച്ചോളി, അയച്ചിട്ടെടുക്ക. ഈ നാട്ടിലെ ആണുങ്ങൾ തന്നെയല്ല, അപ്പം പെണ്ണുങ്ങൾ താട്ടുക. ഇസ്ലാമിൻ്റെ വേഷം ധരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇസ്ലാമിൻ്റെ വേഷം ധരിക്കണം. ആ കൽപ്പന നമ്മൾ പാലിക്കണം. മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ കോലത്തിൽ പലതും വാരിപ്പുരട്ടി, അല്ലേ, സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ്, എന്നിട്ട് കുറേ ആൾക്കറിയുമ്പോൾ കൊത്തി. അതൊന്നും ഒരു മുഅ്മിനായ ആൾക്ക് പറ്റിയതല്ല. ഇതൊക്കെ വീട്ടിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ തർബിയത്ത് പോകേണ്ടത്. മനസ്സിലായില്ലേ? ഭാര്യയും ഭർത്താവും മക്കളും ഇസ്ലാമികമായിട്ട് ജീവിക്കുമ്പോഴാണ് സമാധാനമുള്ള കുടുംബം ഉണ്ടാവുക. ഇല്ലെങ്കിൽ എന്താ അറിയോ, ഓക്കൊരു ബന്ധം ഉണ്ടാവല്ലോ, ഓനൊരു ബന്ധം ഉണ്ടാവല്ലോ, ഇനിയിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? അത് കെട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മാനക്കേടാവും. ഓലെല്ലാം കഴിഞ്ഞാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോകും. അള്ളാഹിനെ പരിചയപ്പെടുത്തുക, ദീനിനെ പരിചയപ്പെടുത്തുക, ആഖിറത്ത് പരിചയപ്പെടുത്തുക, കറക്റ്റ് പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കുക, കുടുംബത്തിൽ ഇസ്ലാമിക ചുറ്റുപാടുണ്ടാക്കുക. വീട്ടിൽ ദിക്ർ വേണം, ദുആ വേണം, വീട്ടിൽ ഇസ്ലാമികമായ ചുറ്റുപാട് വേണം, വീട്ടിലെല്ലാവരും നമസ്കരിക്കുന്നവരാകണം, ദീന് കേൾക്കുന്നവരാകണം. ഒരു പീസ് റേഡിയോ നമ്മുടെ വീട്ടിൽ പ്ലേ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ കേൾക്കുന്ന ദിക്ർ, അതിലൂടെ കേൾക്കുന്ന ദുആ, അതിലൂടെ കേൾക്കുന്ന പ്രാർത്ഥന, അതിലൂടെ കേൾക്കുന്ന നന്മ, കുഞ്ഞുകാതുകൾ വീട്ടിൻ്റെ ഡൈനിങ് ഹാളിലൂടെ ഓടിക്കളിക്കുമ്പോഴും ആ കാതിൽ ചെന്നതിങ്ങനെ പതിക്കുണ്ടാവും. മനസ്സിലായി? ചെറുപ്പത്തിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ തറക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിങ്ങനെ കല്ലിൽ കൊത്തിവെച്ച പോലെ ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചാൽ നമ്മളൊന്ന് പിന്നെ കുറ്റം പറഞ്ഞാൽ നമുക്ക് അത്ര ഫീൽ ചെയ്തോണമെന്നൊന്നുമില്ല. പക്ഷെ ചെറുപ്പത്തിൽ ഒരു കുട്ടിയെ തമാശക്ക് പേടിപ്പിച്ചാലും മതി, ഓന് പേടിയാവും വലുപ്പത്തിൽ. അതുകൊണ്ട് ചെറുപ്പത്തിൽ ഒരു കുട്ടി കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതും അറിയുന്നതുമൊക്കെ കുട്ടികളിൽ വലിയ സ്വാധീനമുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വീടിനെ ഇസ്ലാമികമാക്കണം. ബാപ്പി ഉമ്മി യഥാർത്ഥ മുസ്ലിമാകണം. നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുമുക്കു മേഖലയും വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ആകുമ്പോൾ അവിടെ വിരിയുന്ന പുഷ്പങ്ങൾ ഏറ്റവും മനോഹരമായിരിക്കും, സുഗന്ധപൂരിതമായിരിക്കും. ക്യാമ്പസിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഡാൻസ്, DJ പാട്ടിട്ടിട്ട് ഡാൻസ് കളിക്കുക. അപ്പം 4ാം ക്ലാസ്സിലത്തെ 3ാം ക്ലാസ്സിലത്തെ ഒരു കുട്ടി ജനൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുക, ഓൻ പോകണില്ല. അപ്പോൾ ഒരു സാറ് ഓൻ്റെ ഷോൾഡറിൽ കൈ വെച്ചിട്ട് ചോദിച്ചു, എന്താ മോനെ നീ പോവാത്ത ചോദിച്ചു. നമുക്കത് പറ്റൂലല്ലോ. അതാണ് പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കേണ്ട രീതിയിൽ കൃത്യമായി പഠിപ്പിക്കുക. നമ്മൾ കുറേ ചൂടായിട്ട് കാര്യമൊന്നുമില്ല, കുറേ ചീത്ത പറയുക, കുറേ ചൂടാകുക, കുറേ കുട്ടികളങ്ങോട്ട് താറടിക്കുക, അതുകൊണ്ട് നമ്മൾ ശത്രുക്കളായിട്ട് മാറും. അതുകൊണ്ട് കുടുംബസമേതം ഇസ്ലാമിലേക്ക് മടങ്ങാൻ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ, എവിടെയാണോ മാറ്റം എനിക്ക് അനിവാര്യമായിട്ടുള്ളത് അവിടെ ബോധപൂർവം മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഇവിടെ സമാധാനം, ഖബറിൽ സമാധാനം, മരണമില്ലാത്ത ലോകത്ത്, അറ്റമില്ലാത്ത കാലം ജീവിക്കാനുള്ള പരലോകത്ത്, അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ കുടുംബത്തോടൊപ്പം നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരമുണ്ട്. ആ ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഖുർആനിനെ നാം അടുത്തറിയണം, അതിൻ്റെ ആശയങ്ങളെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കണം. ഒരു ദിവസം ഒരായത്തെങ്കിലും പഠിച്ചാൽ 18 കൊല്ലം കൊണ്ട് ഖുർആൻ ഫുള്ളാവും. ഒരു ദിവസം 2 ആയത്തെങ്കിലും പഠിച്ചാൽ 18 ദിവസം എന്ന് പറഞ്ഞാൽ കൊല്ലം, 9 കൊല്ലം കൊണ്ട് ഖുർആൻ ഫുള്ളാവും. അമാനി മൗലവി 25 കൊല്ലം കൊണ്ടാണ് തഫ്സീർ എഴുതിയത്. അത് വായിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അവർക്ക് ധാരാളം പ്രതിഫലം കൊടുക്കട്ടെ. നമുക്ക് അള്ളാഹിൻ്റെ തഫ്സീർ പഠിക്കാനുള്ള, ഖുർആൻ്റെ തഫ്സീർ പഠിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. സഹോദരന്മാരെ, സമയം പോവാണ്. ആർക്കു വേണ്ടി? ആർക്കൊക്കെയോ വേണ്ടി. ഇത് നമ്മുടെ സമയമാണ്, ഇത് നമ്മുടെ സമയമാണ്, നമുക്കുള്ള സമയമാണ്. നമുക്ക് ചെയ്യാനുള്ളത് ആസൂത്രണം ചെയ്യാനും അത് കൃത്യമായി ചിട്ടപ്പെടുത്താനും അത് കൃത്യമായി നിർവഹിക്കാനും എവിടെയാണോ നമ്മൾ ഇടപെടേണ്ടത് അവിടെയെല്ലാം ഇടപെടാനുമുള്ളതാണ്. ഒരു ദിവസം ഇന്ന് അസ്തമിച്ചാൽ ഈ ദിവസം പിന്നെ ഇല്ല. അതുകൊണ്ട് തിരക്കും ജോലിയും കാര്യങ്ങളൊന്നും ആരും പറയണ്ട.
അവനവന് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ സമയത്തെ ക്രമപ്പെടുത്തി പഠിക്കാനുള്ളത് പഠിച്ച് പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിച്ച് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങണം. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതിപ്പെടണമെന്ന് ഖുർആൻ പറഞ്ഞതിനെ നമ്മൾ ഏറ്റെടുക്കുക ഇൻഷാ അള്ളാഹ്. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്കൊക്കെയുള്ള ബാധ്യത ഇതുപോലത്തെ പരിപാടികൾ നടക്കാത്ത ഇടങ്ങളിലെല്ലാം നടത്തണം. നമ്മുടെ യൂത്ത് കോൺഫറൻസ് പരമാവധി യുവാക്കൾ അവിടെ എത്തിക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഖുർആനും ഹദീസും പഠിക്കാനുള്ള QHLS സംവിധാനമില്ലെങ്കിൽ നമ്മൾ തുടങ്ങണം. മദ്രസകൾക്ക് സാധ്യമാകുന്ന ഇടങ്ങളിലൊക്കെ മദ്രസക്ക് തുടക്കം കുറിക്കണം. ആരൊക്കെയോ തുടങ്ങിയ മദ്രസയിലല്ല നമ്മളൊക്കെ പഠിച്ച്. ഇനി അടുത്ത തലമുറ നമ്മൾ തുടങ്ങിയ മദ്രസയിൽ പഠിക്കട്ടെ. അത് നമ്മുടെ ഖബറിലേക്കുള്ള പുണ്യമാണ്. മാത്രവുമല്ല, മദ്രസ കഴിഞ്ഞ കുട്ടികൾ അവർക്കിപ്പോൾ എന്താ പണി? ട്യൂഷൻ, തിരക്ക്, പഠനം, ഫുൾ A+ വേണം. പക്ഷേ ആ മക്കളെ നമുക്ക് വേണം. ഫുൾ A+ൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ആ മക്കളെയും നമുക്ക് വേണം. അതുകൊണ്ട് മദ്രസ കാലഘട്ടം കഴിഞ്ഞ മക്കളെ ഓരോന്നിനെയും നേരിട്ട് കണ്ട് രജിസ്റ്റർ ചെയ്ത് അവരെ ചേർത്ത് CREയിൽ പഠിതാക്കളാക്കണം. നല്ല കുട്ടികളാണ് നമ്മളെ മക്കളൊക്കെ. പറഞ്ഞു കൊടുത്താൽ ഇത്രയധികം മനസ്സിലാകുന്ന വേറെ പ്രായമില്ല. നമ്മുടെ പ്രൊഫഷണൽ കുട്ടികളുടെ സമ്മേളനം, ഹയർ സെക്കൻഡറി കുട്ടികളുടെ സമ്മേളനം, അവരുടെ ക്യാമ്പുകൾ, അതൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ വെള്ള പേപ്പറിൽ കുട്ടികൾ എഴുതിത്തരുന്ന വാക്കുകൾ കേട്ട തരിച്ചുപോയി. നമ്മൾ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ആരും സുബൈക്ക് എണീക്കണില്ല. മകൻ ബാപ്പൻ്റെ റൂമിൻ്റെ മുന്നിൽ മുസല്ല വിരിച്ചിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക്. ഏതപ്പോൾ പുതിയ ബാങ്ക്? ഡോർ നോക്കുമ്പോൾ ഇന്നലെ ക്യാമ്പിൽ നിന്ന് വന്ന മകനാ. മാറും നമ്മുടെ മക്കൾ, നമ്മുടേക്കാൾ മാറും. നല്ലവരാണ് കുട്ടികൾ, നല്ല ബുദ്ധിയുള്ള, നല്ല മനസ്സുള്ള, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയവരാണ് നമ്മുടെ മക്കൾ. അവർക്ക് പഠിക്കാനുള്ള അവസരം, അതിനെന്ത് സൗകര്യമാണോ വേണ്ടത്, എത്ര ചിലവാക്കിയാലും നഷ്ടം ഉണ്ടാവില്ല. ഇല്ലേ പിന്നെ നമ്മൾ സമയം ചിലവാക്കിയാലും പൈസ ചിലവാക്കിയാലും മതിയാവില്ല. അങ്ങനത്തെ വാർത്തകളാണ്. 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഉമ്മ പറയാം, ഇന്ന് കിട്ടണം, ഇന്ന് നിങ്ങളിൻ്റെ മോനോട് സംസാരിക്കണം, മോളോട്. എന്തേ? 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഏതോ ഒരുത്തനുമായിട്ട് കണക്ഷൻ. പ്രായം കണക്കൂട്ടി നോക്കി. അതാണ് കാലം. അതുകൊണ്ട് കാലത്തെ പഴിച്ചിട്ടും വാർത്തകൾ കേട്ട് നെട്ടിയിട്ടൊന്നും കാര്യമില്ല. പരിഹാരം കാണുക, പരിഹാരം ദീന് പഠിപ്പിക്കലാണ്. അതിനുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. ഇതതിനൊക്കെയുള്ളൊരു തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു ഇത്രയും സമയം ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ ആഴത്തിൽ പഠിക്കാനും അത് പകർത്താനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. വന്നുപോയ വീഴ്ചകളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ഒരുപാട് രോഗികൾ അള്ളാഹുവർക്കൊക്കെ ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിന്ന് മരിച്ചു പിരിഞ്ഞ ആളുകൾ അള്ളാഹുവർക്കെല്ലാം എല്ലാ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാം പടച്ച റബ്ബ് മരണം വരെ ദീനിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.